ആരൊക്കെയോ വരുന്നുണ്ട്. ഹായ് ഹായ്, എന്താണ് വിശേഷം? അലീന, ശരണ്യ, ഹർഷ, കേസിയ കുര്യക്കോസ്, മോളൂട്ടി, ഫിദ, ഹായ് ഫിദ, അലങ്കൃത്, ഹായ് അലങ്കൃത്. അമ്മ എവിടെയാണ്? രഞ്ജിത്ത്, അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ട്. രഞ്ജിത്ത്, സെബിത, ഹായ്. ഇന്ന് ഷൂട്ടില്ല, ഇന്നില്ല, ഇന്ന് എവിടെയാണ്? വീട്ടിലാണ്, വീട്ടിലുണ്ട്. മുബാഷിക, ശില്പ, ഹായ്. ഹരിത, സെയിം പേരൊക്കെയാണ്. വിഷ്ണുപ്രിയ, ഹായ് ഹായ് വിഷ്ണുപ്രിയ. ഷിജിൻ, ഹായ്. ഗിരി, എന്താണ് വിശേഷം? ഹായ് ചേട്ടാ, സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. രാഹുൽ, ഹായ് രാഹുൽ ബ്രോ. അതുല്യ, സ്നേഹ, എന്തായിരുന്നു ചേച്ചി, സുഖമാണോ? സുഖാണ്. ഇവിടെ അമ്പലത്തില് പ്രതിഷ്ഠ ദിനങ്ങളൊക്കെയാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട്. അതിൻ്റെ ഇതിലായിരുന്നു. ബാലുവണ്ണ കുളിച്ച് രാവിലെ തന്നെ ലൈവോ? വിശേഷം ഇതാണ്, അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിൽ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഗിരി എവിടെയാ? ചേച്ചിയെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അപ്പം ഞാനോ? സ്നേഹ, ഹായ് സ്നേഹ. ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇന്നവിടെ പ്രതിഷ്ഠാദിനാണ്. അപ്പോൾ 1 year ആയി. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസൊക്കെയാണ് 3 ദിവസമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി എത്തിയതേ ഉള്ളൂ. അമ്മ എവിടെ? അമ്മ അമ്പലത്തിലുണ്ട്. പാലക്കാരത്തി അച്ചായെത്തി, ഹായ്. ലവ്ലി മെയ് ഫ്ലവർ, ഹായ് ബാലു ചേട്ടാ. അശ്വതി, താങ്ക് യു അശ്വതി. ഷാന മുത്തുമണികളെ എന്ന് വിളിച്ചിട്ടുണ്ട്. മോസിന, ഹായ്. സുമ സ്റ്റഫ്, അമ്മ എവിടെ? അമ്മ അമ്പലത്തിലാണ്. 2 ആളും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, താങ്ക് യു. അഭിലാഷ്, ഹായ്. ഹായ് ബ്രോ. കഴിച്ചു. അമ്പലത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ശില്പ, ഹായ്. 2 പേരും പൊളിച്ചല്ലോ കാണുന്നു. ഗൗരി, പ്രദീപ്, ഹായ്. വരലക്ഷ്മി, ഹായ്. എല്ലാവരും അമ്മേനെ. ബാലുചേട്ടനാകെ മാറിയല്ലോ. ഇതാണോ നല്ലത് അതോ പഴയതാണോ നല്ലത്? നീയും സുന്ദരനല്ലേ? അതാണ്. ഗിരിക്ക് മാത്രമേ സ്നേഹമുള്ളൂ. നീനു, ചിന്നൂസ്, രാവിലെ തന്നെ 2 ആളും നല്ല ഗ്ലാമറിലാണല്ലോ. അതിൻ്റെതാണ്. ബ്ലറിൻ ബെന്നി, ഹായ്. ജമീല, ജുനൈദ്, ഹായ്. എല്ലാവരും അമ്മേനെ ചോദിക്കുന്നത്. ചേട്ടാ സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ ആൾറെഡി ലുക്കാണല്ലോ. പിന്നല്ല. ഷാഹിർ, ഹായ് ഷാഹിർ. സഫീർ, ഹായ്. എന്താണ് വിശേഷം? പെരിന്തൽമണ്ണ എത്തിയോ? നാസി, ഹായ്. ആര്യ കൊച്ചു, ക്യൂട്ട് സ്മൈൽ. എൻ്റെ ആവൂലേ? ചേച്ചി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഗൗരി, ഹായ് ഗൗരി. ഹൈലി ഗ്ലാമറസ് കപ്പിൾസ്. രഞ്ജിനി മഞ്ജു, ഹായ്. ഹായ് കില്ലർ, ഹായ്. ജിസ് മനീഷ്, ഫാൻസ് അമ്മയ്ക്കാണ് ചേട്ടായി. അതെ, അത് സത്യമാണല്ലോ. അനു, ഹായ്. 2 പേരും കാണാൻ പൊളിയാണ് കേട്ടോ, താങ്ക് യു. അഞ്ജലി, അഞ്ജു, ഹായ്. നന്ദന, സൗരവ്, ഷാഹിർ, ഗാർഗി, സണ്ണി എൻ്റെ ഫേവറേറ്റ് കപ്പിൾസാണ്. താങ്ക് യു ഡ്രീം ഏഞ്ചൽ. അച്ചാത്തി, ക്യൂട്ട് കപ്പിൾസ് ആണല്ലോ. ഹായ് ചേച്ചി. അമ്മ വന്ന് കഴിയുമ്പോൾ കാണിക്കാലോ. ഹായ് ബാൽക്കുട്ട, ഹായ് ബിബു. എന്താണ് വിശേഷം? ഫ്രണ്ട് ആക്കുമോ? അതിനെന്താ, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ, ഫ്രണ്ട് ആക്കാമല്ലോ. ഫോളോ പ്ലീസ്. എൻ്റെ 1 വീക്കായിട്ട് എനിക്ക് ആരും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നൊക്കെ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ തിരിച്ച് കയറി ഫോളോ ചെയ്യും. ഫോളോ ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് ഇടുന്ന കാണിക്കുക. അപ്പം അങ്ങനെ കുറേ പേര് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഫോളോ ആക്കാത്തതുകൊണ്ട് എന്നെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം എനിക്ക് ഇന്നലെ വൈകുന്നേരമാണ് വീണ്ടും ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റിയത്, അതാണ്. അപ്പം ഇനി എല്ലാവരും ഞാൻ തിരിച്ചും ഫോളോ ചെയ്യാം. പ്രോഗ്രാം ഷൂട്ട് എല്ലാം കഴിഞ്ഞു. ബോത്ത് ആർ ലുക്കിംഗ് റിയലി ഗുഡ്. മീ ഓൾസോ ഫ്രം മലപ്പുറം പൊന്നാനി. ആണോ? നമ്മൾ മഞ്ചേരി അടുത്താണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് 1 വീക്ക് ആയിരുന്നേ ഉള്ളൂ. അക്ഷര, ഹായ് അക്ഷര. സൗരവ്, യമുന സേതു, നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു ചേച്ചി. നാടൻ ലുക്ക് പൊളിച്ചിട്ടുണ്ട്. അല്ല, നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ വീട്ടില്. ഫസ്റ്റ് സ്റ്റൈലാണ് സൂപ്പർ എന്നോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര മുടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. നേരിട്ട് കാണാൻ ഭയങ്കര വൃത്തികേടാണ്. ടി വിയിൽ തന്നെ നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നേരിട്ട് കാണാനുള്ള അവസ്ഥ. ദിവ്യ, ഹായ് ദിവ്യ. ഇതാണ് നല്ലത്. കുറെ പേര് പറഞ്ഞു ഇതാണ് നല്ലതെന്ന്. കാരണം ഇതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. ഈ മുടിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നീളൊക്കെ വളരെ കുറവാണ്. അപ്പൊ സുഖമാണ്. ഏറ്റവും സുഖം കുളി കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടും. ചേട്ടായി ഹരിത ചേച്ചി പൊളിച്ചു. താങ്ക് യു. ഏതും ലുക്കാണ്. അതാണ് ഫാബ്. ഹായ് വിഘ്നേഷ്. ഹായ് വിഘ്നേഷ്. ആരാ മനസ്സിലായി? വിഘ്നേഷ്. നവീൻ. നവീൻ, ഹൗ ആർ യു ഡിയർ? അവരവിടെത്തി. രണ്ടും രസമുണ്ട്. ഇത് കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഭാവന മണിക്കോ, പാലാകാർത്തി. ചേട്ടായി പൊളിച്ചു. പിന്നെ അല്ല മൊത്തം. ഹരിതയെ ഓർമ്മയുണ്ടോ? നമ്മൾ ഒപ്പം പഠിച്ചിരുന്നു. ബ്ലെറിൻ ബെന്നി അറിയോ? നീ അത് ആലോചിച്ചിരുന്നു. ഞാൻ അപ്പോഴേക്ക് ബാക്കി മെസ്സേജ് അയക്കാം. അശ്വതി, സ്റ്റേ ഹാപ്പി ഓൾവേസ്. അത്രയേ ഉള്ളൂ. ഹേയ് ബ്രദർ. അയ്യോ വിഘ്നേഷ് ബ്രോ, ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്? അമ്മ ഉള്ളപ്പോൾ വീണ്ടും ലൈവ് വരണേ. വരാലോ. റിനു നജിക, ഹായ്. ഡി ഹരിതയെ ഓർമ്മയുണ്ടോ? നമ്മളൊപ്പം പഠിച്ചിരുന്നു. ആരാ ബ്ലറിൻ? ബ്ലറിനെ ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 1 ഡേ ലൈവിൽ അമ്മയെ കൂടി കൊണ്ടുവരണേ. കൊണ്ടുവരാലോ. വൃന്ദ, ഹായ് വൃന്ദ. ചേച്ചിയുടെയും ചേട്ടായുടെയും വലിയ ഫാനാണ്. അത്രേ ഉള്ളൂ. ആമി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഷൂട്ട് ഇനിയിപ്പം ഫെബ്രുവരി ലാസ്റ്റ് വീക്കാണുള്ളത്. ഒരു ഡ്രീം ഏഞ്ചൽ, ഹായ്. എന്നെ ഫോളോ പ്ലീസ്. ഷുവർ. എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കാൻ എല്ലാവരും ഞാൻ ഫോളോ ചെയ്യും കേട്ടോ. കാരണം ഞാൻ അങ്ങനെ എല്ലാവരും കയറി റിക്വസ്റ്റ് കൊടുത്തിട്ട് എന്നെ ഇൻസ്റ്റഗ്രാം പോലും ബാൻ ചെയ്തു. വിച്ച് ബേബി യു ലൈക്ക് എന്നോ? ഹെൽത്തി ബേബിനെയാണ് എന്താ പറയുക ഞങ്ങൾക്ക് ഇഷ്ടം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ ഒരാൾക്ക് ബോയിനെയും ഒരാൾക്ക് ഗേളിനെയാണ് ഇഷ്ടം. അപ്പോൾ ആര് വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ ഫേവറേറ്റ്. മിന്നു, ഹായ്. മൈ ഫേവറേറ്റ് കപ്പിൾ വരലക്ഷ്മി. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പേരാട്ടോ വരലക്ഷ്മി. എനിക്ക് അങ്ങനെ പഴയ പേരുകളോടൊക്കെ ഇഷ്ടം. വലിയ പേരുകളോടാണ് എനിക്കിഷ്ടം. ഫ്രണ്ട് ആക്കോ? ഷുവറായിട്ട് ആക്കുമല്ലോ. ഞാൻ ഫോളോ ചെയ്തായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കും മെസ്സേജ്. ഞാൻ എന്തായാലും തിരിച്ച് ഫോളോ ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും തിരിച്ച് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് പലരുടെയും ഇങ്ങനെ പ്രൈവറ്റ് അക്കൗണ്ട് ആകുമ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അവർ അക്സെപ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ പേര് നമ്മൾ തിരിച്ച് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പം ഇത് ബാൻ ചെയ്യും. 24 hours 48 hours മുമ്പ് ബാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുള്ളതുകൊണ്ട് കാണുന്നത് തന്നെ. ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമാണ് അതൊന്ന് പോരത്. എന്താ ചെയ്യുക? അറിഞ്ഞൂടെ. ഇനിയിപ്പോൾ എന്താണ്, അവരുടെ തീരുമാനമല്ലേ എല്ലാം. എന്താ പറയുക, അതെ, എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട്. അമ്മ എവിടെ പോയി? അമ്മ അമ്പലത്തിൽ നിന്ന് ഇനിയിപ്പോൾ വരുമായിരിക്കും. യമുനേച്ചി, താങ്ക് യു ചേച്ചി. ഹർഷ വിജയൻ, ഹായ്. മഞ്ചേരി എവിടെയാണ്? ഞാൻ പെരിന്തമണ്ണാണ്. നമ്മൾ മഞ്ചേരി മേൽമുറി, പൂക്കോട്ടൂരൊക്കെ അറിയോ? പൂക്കോട്ടൂർ അടുത്താണ്. ജമീല ജുനൈദ്. ജമീല, എന്താണ് വിശേഷം? നല്ല നാടൻ മോഡേൺ മൊഞ്ചനും മൊഞ്ചത്തിയും. ലവ് യു ടു. മൈ ഫേവറേറ്റ് കപ്പിൾ. ഏട്ടാ ഫ്രണ്ട് ആക്കണേ. ആക്കാലോ. ഞാൻ ഇതിൽ എത്ര പേർക്ക് അറിയുന്ന അറിയില്ല. കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ തിരിച്ച് റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ ഫോളോ ചെയ്യില്ല എന്നോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എനിക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. കാരണം കുറേ എൻ്റെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തിരിച്ച് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ ആഡ് ചെയ്യണേന്ന്. ഷുവർ. പാലാക്കാരത്തി. ഈ പാലാക്കാരത്തി അച്ചായത്തിയുടെ പേരെന്തുവാ? അശ്വതി രവീന്ദ്രൻ, ഹായ്.
ലൈവിൽ ആഡ് പ്ലീസ്. അതെന്താ സംഭവം? അതെങ്ങനെയാണ്? അതെങ്ങനെയാണ് ലൈവിൽ ആഡ് ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. രാവിലെ തന്നെ എന്താ ഒരുങ്ങിയിരിക്കുന്നത്? എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ എന്ന്? ആക്ച്വലി അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, ഇപ്പം വന്നതേ ഉള്ളൂ. ആൻറ്റി ദ ബഡി, ഹലോ ഹായ്. എന്നെയും ഫോളോ ചെയ്യണേ. ഷുവർ. ഡെവിൽ ക്യൂൻ ഹായ്. അശ്വതി രവീന്ദ്രൻ ഹായ്. മോളു ശ്രീ ഹായ് മോളു. ആൻബിയ ഹായ് ആൻബിയ. വൃന്ദ വി മേനോൻ ഹായ് വൃന്ദ. അമ്മയെ കാണിക്ക്, അമ്മപ്പം വരും. ഹായ്. ഓമനിച്ച് വളർത്തിയ കുട്ടിയെ ആൻറ്റുകുട്ട, എന്തുണ്ട്? ഞങ്ങളുടെ അമ്മ എവിടെ? അമ്മേനെ ഞാൻ IAS അക്കാഡമിയിൽ വിട്ടിട്ടുണ്ട്. അമ്മേനെ കൊണ്ട്, അമ്മയ്ക്ക് പ്രായം ഇപ്പം ജസ്റ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ തിരുവല്ലയത്തെ കലക്ടറുടെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. നിന്നെ ഞാനങ്ങ് വെട്ടി കീറട്ടെ. എവിടെ അവന്റെ പ്രൊഫൈൽ പിക്ക്? ഹാപ്പി സോൺ. അമ്മ എവിടെ? അമ്മ ഇപ്പോൾ വരും. ലൈവിൽ പ്ലീസ്. അത് എങ്ങനെ ആഡ് ചെയ്യാ? എനിക്കൊന്നും അറിയാത്തോണ്ടാ. നീ എനിക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാതെ എങ്ങനെയാ ചെയ്യുക, ലൈവിൽ എങ്ങനെയാ വേറൊരാൾ ആഡ് ചെയ്യാന്ന്? ഞങ്ങൾ കാണാനിങ്ങനെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അത്ര ഐഡിയ ഒന്നും ഇല്ല. ഈ സ്റ്റീൽ പൊളിയാണ് കേട്ടാ. താങ്ക് യു. അമ്മയെ അന്വേഷിച്ചെന്ന് പറയാലോ. 5 AJNYA എന്താണ്? അജന്യ എന്നാണോ? ഹായ് ചേട്ടൻ ചേച്ചി. അമ്മ എവിടെയാടാ? എവിടെ അമ്മ? അപ്പുറത്തുണ്ടോ? അമ്മ അമ്പലത്തിലാണ്. ഇപ്പം എത്തും. എപ്പം? ഒരു 5 മിനിറ്റ് കൊണ്ട് വരും. അമ്മ ഞങ്ങള് ഫസ്റ്റ് മുന്നിക്ക് പോകുന്നേ ഉള്ളൂ. ഹരിത ചേച്ചി പ്രഗ്നന്റ് ആണോ? ആഹാ. ഹലോ ചേട്ടാ ചേച്ചി. അമ്മൂമ്മ എവിടെ? അമ്മൂമ്മ ഇപ്പോൾ വരും. സുഖാണ് നന്ദന. ആമി ലുക്ക് പൊളി. ഞാൻ മേലാറ്റൂരാണ്. ഞങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അതിനെന്താ സ്നേഹ, ഒരു ദിവസം വരാലോ. ഒരു ദിവസം മേലാറ്റൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരിക്ക് വെച്ചിട്ടുണ്ട്. മഞ്ചേരിയിൽ നിന്ന് പൂക്കോട്ടൂർ മലപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെ സ്റ്റോപ്പിൻ്റെ മുന്നിൽ ഇറങ്ങാം. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഫുൾ റൂട്ട് പറഞ്ഞുതരാം. സോന ഹായ് സോന. ജാൻവി എന്താ പറയുക, അത് ഈ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിനുണ്ട് ഷൂട്ട്. അശ്വതി ഹായ്. ഹായ് ചേട്ടാ ചേച്ചി. അനുശ്രീ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. അതെങ്ങനെ? ഇതിലെങ്ങനെയാണ് ആഡ് ചെയ്യുക? നമ്മൾ ലൈവിൽ ഇതിൽ കമൻറ്റ് ചെയ്യുമോ? എനിക്ക് എങ്ങനെയാണ് ഇതിൽ ആഡ് ഓപ്ഷൻ എവിടെയുള്ളത് എന്ന്? ആയിഷ് പുഷ്പ കൃഷ്ണകുമാർ ഹായ്. ഹാപ്പി സോൾ ഹായ്. ആരാ? ബാബാ ഒരു ഗസ്റ്റിനെ കാണിച്ചാലേ. നൈസ് ലുക്കായിട്ടുണ്ടല്ലോ രണ്ടുപേരും. സോ ക്യൂട്ട്. ആതിര അമ്മു ഹായ്. ഇന്ന് വേറൊരു ഗസ്റ്റിനെ കാണിച്ചു തരാം. കഴിച്ചോ? കഴിച്ചു. എന്നെ പ്ലീസ് ലൈവിൽ. അതെങ്ങനെയാ അച്ചായത്തി? എനിക്ക് അറിയാത്തോണ്ടാണ്. കില്ലിങ് ഇറ്റ്. സൂപ്പർ കപ്പിൾ. താങ്ക് യു നവീൻ. ഇതാണ് ഞങ്ങളുടെ അനുമോള്. എൻ്റെ ചേച്ചിയുടെ മൂത്ത കുട്ടിയാണ്. അമ്മ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത കുട്ടി. അത് ചേച്ചി നമ്മളൊക്കെ അറിയൂ. അമ്മ ഇവിടെ സുന്ദരനും സുന്ദരിയായി. കരിഷ്മ ഹാപ്പി ടു സീ യു ബോത്ത്. ലവ് യു ബോത്ത്. താങ്ക് യു മോം. ലൈവിൽ ക്ലാസ് ഉണ്ട്, കുട്ടി പോവാണ്. ഇന്ന് കണ്ടില്ലേ എല്ലാവരും എന്താ പറയുക, ഫുൾ ട്രഡീഷണൽ ഇതാണ്. യെസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രദർ. ആൻഡ് വാട്ട് അബൌട്ട് യു? വി ജസ്റ്റ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് നോ. വി വെൻറ്റ് ടു ടെമ്പിൾ. സീമ ഹായ് സീമ. അയച്ചു. എന്നെ ഫോളോ ചെയ്യൂ പ്ലീസ്. ഫോളോ ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. അമ്മ എവിടെ? ശ്രീനന്ദ വിജയൻ. ഗിരി എവിടെയാണ്? ചായ ഒക്കെ കുടിച്ചോ? എങ്ങനെയുണ്ട് ദക്ഷിന്? കാലിൻ്റെ വേദന എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ശ്രീനന്ദ വിജയൻ ഹായ്. ഷിനി എത്ര മാസമായി? അവൾക്ക് ഇപ്പോൾ 5th ആണ്. അനഖ അനുരാഗ് ഹായ്. നല്ല പേര്. ഡ്രീം ഏഞ്ചൽ. ആർക്കാ ബോയിനെ ഇഷ്ടം?
നിങ്ങൾ കണ്ടുപിടിക്കൂ. ഇവൾക്ക് ബോയിനെയാണ് ഇഷ്ടം, എനിക്ക് ഗേളിനെയാണ് ഇഷ്ടം. പക്ഷെ രണ്ടാണ് വെച്ചാലും നോ ഇഷ്യൂ. അമ്മ എവിടെ, ചേട്ടാൻ ചേച്ചി? അമ്മ അപ്പുറത്ത് ഇപ്പം വരും. ഹായ്, വർക്ക് ഇഷ്ടമായോ? ഫേവറേറ്റ് കപ്പിൾ ആണ് നിങ്ങൾ? ബെസ്റ്റ് ഓഫ് ലക്ക് ബിയേഴ്സ്. ഓ, വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എത്ര സമയമെടുത്തു അതൊക്കെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ. ചേട്ടായി ഞാൻ മെസ്സേജ് അയച്ചു. ഐ മീൻ അങ്ങനെയല്ലടാ, ഈ ലൈവിൽ എങ്ങനെ ആഡ് ചെയ്യാന്ന് പേഴ്സണലി അല്ല, ഇതിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു തരുമോ? ഇപ്പോൾ കമൻറ്റിൽ എനിക്ക് മെസ്സേജ് അയച്ചു തരും എങ്ങനെയാണ് വേറൊരാളെ ആഡ് ചെയ്യാന്ന്. ഹരിതയ്ക്ക് ഇപ്പോൾ ബാലുവിന് ഇഷ്ടമാണോ? ജാതക പൊരുത്തം ഇല്ലല്ലോ. അതൊക്കെ ഫസ്റ്റ് 3 months നടന്ന കാര്യമല്ലേ. ഇപ്പൊ ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടെ? അശ്വതി ആയി. ഹരിതേച്ചി എവിടെ? പ്രസീത ആ, എനിക്ക് മെസ്സേജ് ഒന്നും വെച്ചിട്ടില്ലല്ലോ പ്രസീത. ദിവ്യ ഐശ്വർ ഹായ്. ഹരിത നെയ്മർ ജൂനിയർ ഹായ്. നെയ്മർ ജൂനിയർ ഹായ് അയച്ചു. എങ്ങനെ എനിക്ക് ഇവിടെ കിട്ടണില്ലടാ. ഇതിൽ ലൈവിൽ വേറൊരു ആളെ എങ്ങനെയാണ് ആഡ് ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം അച്ചായത്തി എനിക്ക് ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ടാണ് എങ്ങനെയാണ് ചെയ്യാന്ന്. എനിക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മളെ വീഡിയോയും പിന്നെ നിങ്ങളുടെ കമൻസും മാത്രമാണ്. അപ്പോൾ ഇതിൽ വേറൊരാളെ ആഡ് ചെയ്യാന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് എന്ന്. പേഴ്സണലി അയച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ മാറ്റിയിട്ട് എങ്ങനെയാണ് പേഴ്സണൽ മെസ്സേജ് എടുക്കാമെന്നും അറിഞ്ഞുകൂടാ. ട്രാപ്ഡ് സത്യം. അശ്വതി .സജീഷ് ഹായ്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അടുത്താണ്. മറ്റത് പണ്ടെപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ വെറുതെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ ഫോട്ടോസ് ഇടുന്നല്ലാണ്ട് ലൈവോ അല്ലെങ്കിൽ സ്റ്റോറീസ് ഇടാനോ ഒന്നും ഞാൻ ലൈഫിൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഈ ഷോയിലൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും FB പറഞ്ഞു കൊടുത്താലും ഇൻസ്റ്റയിലുണ്ടോ ചോദിക്കും. അങ്ങനെയാണ് ഇൻസ്റ്റയിൽ കുറച്ച് സമയം ആക്റ്റീവ് ആയത്. നിങ്ങളെപ്പോലെയാണോ ഞാൻ മെസ്സേജ് അയച്ചു. അതെങ്ങനെ ഇതിൽ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഈ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ലൈവ് ആഡ് ആക്കാനുള്ള മെസ്സേജ് കാണുന്നില്ല എനിക്ക്. ഇന്നെന്താ സ്പെഷ്യൽ? അമ്പലത്തിലൊക്കെ ചുമ്മാ പോയതാണോ? ഇവിടെ അമ്പലത്തിൽ പ്രതിഷ്ഠാദിനാണ്, അപ്പം അങ്ങനെ അങ്ങോട്ട് പോയതാണ്. ചേച്ചിയാൻ ചേട്ടാ പ്രിൻസസ് ഹായ്. ചിക്കു ഹായ്. മഞ്ചേരി അവിടെ പൂക്കോട്ടൂരാണ് നമ്മൾ. ഷാഹിദ് പൂക്കോട്ടൂരാണ്. ശരണ്യ ഹായ്. നിങ്ങളിനി ഷോ കിട്ടിച്ചു? ഒരു ഐഡിയ ഇല്ല. അതെ. ബീങ് സജിത്ത് ഹായ്. ഓർമ്മയുണ്ടോ? എന്നോടാണോ ഇവളോടാണോ? ബീങ് സജിത്ത്. എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാവേ. എനിക്ക് മെസ്സേജ് അയക്കൂ പ്ലീസ്. ഇതിലിപ്പോൾ എങ്ങനെ മെസ്സേജ് അയക്കുക? ഇല്ലല്ലോ. ഇതിലെങ്ങനെ നമ്മൾ തിരിച്ച് മെസ്സേജ് അയക്കും? ഒരു ദിവസം ട്യൂട്ടോറിയൽ എടുത്തതാട്ടോ, എന്നിട്ട് നമുക്ക് ചെയ്യാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതെ. ട്രെല്ലി ഹായ്. ഹലോ ഹായ് ചേച്ചി. നമ്മൾ അമ്പിളി ചേച്ചീൻ്റെയും ചിഞ്ചു ചേച്ചീൻ്റെയും കല്യാണത്തിന് കണ്ടിട്ടുണ്ട്, അറിയോ? മിന്നൂസ്. ഓ പിന്നെന്താ, നന്ദന ഹായ്. ചേട്ടാ ചേച്ചി. അനക്ക ഹായ്. ഒരു ഹായ് പറയൂ, ഞാൻ കുറേ ആയി മെസ്സേജ് അയക്കുന്നു. അശ്വതി രവീന്ദ്രൻ ഹായ്. താങ്ക് യു സോ മച്ച് അശ്വതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അശ്വതി ഹായ് എന്ന് പറഞ്ഞല്ലോ. ഏട്ടൻ എന്നെ തിരിച്ച് ഫോളോ ആക്കി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. താങ്ക് യു ഏട്ടാ. അതിനെന്തിനാ താങ്ക് യു ഒക്കെ? നിങ്ങൾ ഞങ്ങളെ ഫ്രണ്ട്സാക്കി മാറ്റുമ്പം ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സാക്കൂലേ? അത് കോമൺ ആയിട്ട് ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ എന്ത് ബോറാണത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോളോവേഴ്സും ഫോളോയിങ്ങും ഈക്വലായിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമ്മളെ തിരിച്ച് ഫ്രണ്ട്സ് ആക്കുന്നവരെയൊക്കെ നമ്മളും ഫ്രണ്ട്സ് ആക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എത്ര പേർക്കാ തിരിച്ച് ഫോളോ ബാക്ക് ചെയ്തിട്ട് എല്ലാം അധികം റിക്വസ്റ്റഡാണ് കാണിക്കുക, അവരുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആവുന്നുണ്ട്. അങ്ങനെ കുറേ പെട്ടുപോയതാണ്. എന്താ പറയുക, ഇതിൽ തന്നെ ചിലവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം അറിയാം ഞാൻ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ടാവും. പുലാമന്തോൾ വന്നിട്ടുണ്ടോ എന്ന്. പുലാമന്തോൾ ഞാൻ പട്ടാമ്പി പോകുന്ന റൂട്ടിന് പുലാമന്തോൾ ആ വഴിയല്ലേ പോവുക, അങ്ങനെ വന്നിട്ടുണ്ട്. അറിയാം പുലാമന്തോൾ പെരുന്തമണ്ണയിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നല്ലേ. നന്ദന ഹായ്. ലച്ചൂസ് ഹായ്. ബീങ് സജിത്ത് ഹായ്. ഫ്രണ്ട്ലി ഹായ്. സുബീഷ ഹായ്. അടുത്ത ചേച്ചി സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന്. കരിഷ്മ
അഭിന ഞാൻ പെരിന്തൽമണ്ണാണ്, ഫ്രണ്ട് ആക്കൂ പ്ലീസ്. ഷുവർ ഷുവർ ഷുവർ. ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും ഫോളോ ചെയ്യാട്ടോ. പൂക്കോട്ടൂർ എവിടെയാണ്? പൂക്കോട്ടൂരിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലത്തൂർ പടി എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയക്കും, ഞാൻ എൻ്റെ നമ്പർ അയച്ചുതരാം കേട്ടോ. ഞാൻ കുറേ നേരമായി മെസ്സേജ് അയച്ചു. എവിടെ? അച്ചായത്തി വിഷമിക്കണ്ട, ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി വിളിക്കാം കേട്ടോ. ഞങ്ങൾ ഹമീദ് ഹായ്. വീട് എവിടെയാണ്? വീട് മലപ്പുറം. ജമീല പൂക്കോട്ടൂർ. ഞങ്ങൾ എടവണ്ണ. എടവണ്ണയാണോ? എടവണ്ണയ്ക്ക് അടുത്താണല്ലോ. നന്ദന ഫോളോ പ്ലീസ്. ഷുവർ ഫോളോ ചെയ്യാം. ഹമീദ് കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു സോ മച്ച്. അമ്മൂസ് ഹായ്. കൃഷ്ണേന്ദു അനൂപ് സുഖമല്ലേ അമ്മി, ഒരുപാട് ഇഷ്ടം, താങ്ക് യു സോ മച്ച്. ടിനു. പേര് ടിനു. ഓക്കെ, അപ്പം കുറേ മെസ്സേജ് താഴെ വന്ന് നടക്കുന്നുണ്ടാവും കേട്ടോ. നമ്മൾ കുറേ മുമ്പ് ചോദിച്ചതാ അത്. അശ്വതി ഹായ്. ചേച്ചിക്ക് എത്ര മാസമായി? ചേച്ചിക്ക് 5 മാസമായി. ബാലുചേട്ടാൻ ചേച്ചി ഹായ്. നിസി ഹായ്. നിങ്ങൾ 2 നമ്മളിഷ്ടമാണെന്നാവും. എനിക്കൊരു മെസ്സേജ് അയക്കുമോ? ഷുവർ അയക്കാം. ഡിറ്റി എലിസബത്ത് ഹായ്. റിക്വസ്റ്റ് അക്സെപ്റ്റ് ആക്കിയാൽ മതി. ഷുവർ ചെയ്യാം. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇപ്പം എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നവരെ അതിൽ ഫോളോ ബാക്ക് എന്ന് കാണിക്കില്ലേ, അപ്പം ഞാൻ ഫോളോ ബാക്ക് കൊടുക്കുമ്പോഴും റിക്വസ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഐ മീൻ എനിക്ക് തോന്നുന്നു അവരുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആയതുകൊണ്ടാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറേ റിക്വസ്റ്റഡ് കാണുമ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാനായി പോയി. എനിക്ക് പിന്നെ ആരും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പിന്നെ ഫോളോ ബാക്ക് കൊടുക്കുമ്പം ഒരു വാർണിംഗ് മെസ്സേജാണ് വരുന്നത്. ബീൻസ് ഹായ്. നീ എത്ര മാസമായി? 5 മാസം. ഷാഹിദ് പെരിന്തൽമണ്ണയാണോ? ഓക്കെ. എനിക്കൊരു പേഴ്സണലി ഒരു മെസ്സേജ് അയക്കിട്ടോ ഷാഹിദ്. ടിനൂസ് ഹായ്. ഓക്കെ ടിനൂസ്, ഞാൻ പെരിന്തൽമണ്ണാണ്, ഫ്രണ്ട് ആക്കോ. ഒത്തിരി പേര് പെരിന്തൽമണ്ണി, മലപ്പുറം, മഞ്ചേരിയൊക്കെയാണല്ലോ. ഒക്കെ നാട്ടുകാരല്ലേ. നന്ദന അമ്മ അമ്പലത്തിലുണ്ട്. ബബ്ലൂസ് അറിയോ എന്നെ? നോക്കാട്ടോ. ഈ ഇങ്ങനെ വരുമ്പോഴേ വളരെ ചെറിയ DP എനിക്ക് കാണുന്ന പോലും ഇല്ല. പാലാകാരത്തി അച്ചായത്തിയൊക്കെ ഏതോ ചെക്കൻ്റെ ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. ആരുടെയാണാവോ? ശ്രേയ പാറു ഹായ്. ഇറ്റ്സ് മീ ഗോപിക ഹായ്. ചേട്ടാ ചേച്ചി. ഷിനി എത്ര മാസമായിടാ? 5. നന്ദന സുഖാണ്. എവിടെയാ? മലപ്പുറത്താണ് വീട്. എൻ്റെ പേര് ടീനു. മനസ്സിലായി? മാസ്ക് ഫോളോ ചെയ്യണേ എന്നെ. ഇൻഷുർ ചെയ്യാലോ. ശ്രേയ ഹായ്. അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു. ഹലോ. അൽഫീന നായർ. കീർത്തന ഹലോ ബാലു ചേട്ടൻ, ഹരിത ചേച്ചി, എസ്പെഷ്യലി ഹരിത ചേച്ചി സൂപ്പർ. ആ വാക്ക് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എസ്പെഷ്യലി ഹരിത ചേച്ചി സൂപ്പർ എന്ന്. നമ്മുടെ അമ്മയുടെ അമ്മ പോരും. സമീർ ബ്രോ എന്താണ്? ഈ സമീർ ബ്രോ ഒക്കെ എൻ്റെ വീട്ടിൻ്റെ 500-600 മീറ്റർ അപ്പുറത്താണ്, പക്ഷെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. പാലക്കാരത്തി അച്ചാത്തി ഹലോ. ചേച്ചി ചേട്ടാ എന്നറിയോ? ബബ്ലൂസ് പറ. ബബ്ലൂസ് എവിടെയാണ്? ബബ്ലൂസിൻ്റെ ഈ DP ശരിക്കും ഇതാവാത്തതുകൊണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് അയക്കുന്ന ഫ്രണ്ടായിരിക്കും. ഒരു മിനിറ്റ്, വലുതാവുന്നില്ല. പാലാക്കാരത്തി അച്ചാത്തി. ബാലു ചേട്ടാ എന്താണ് മോളൂ? ജിൻസൺ രേഷ്മ എവിടെ? ചായ കുടിച്ചോ ജിൻസ? പാപ്പൻ ചിന്നോടാ. ഹർഷ വിജയൻ ഹായ്. ബാലു ചേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണ്. അതാണ് അത്, എന്താ പറയാ, നല്ലവർക്ക് നല്ലവരെ പറ്റൂ പറയുന്നത് കറക്റ്റാണ് അല്ലേ? ഞങ്ങൾ അയച്ചു തരാവേ. ഓ താങ്ക് യു ചേച്ചി. ഒരു ഹായ്. ഒരുപാട് ഇഷ്ടമാണ്. എന്നെയല്ലേ? എന്നെയാണ്. അശ്വതി ഹായ്. ഒരു ഹായ് തരാമോ? നയന ഹായ്. വിൻസ് ഗ്രീസ് ഹായ്. ബിജോയ് വർഗീസ് ചേട്ടാ എന്താണ് വിശേഷം? ചേട്ടാ വിശേഷം? ഞങ്ങൾ ഇപ്പം അമ്പലത്തിൽ പോയി വന്നേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ പോയി വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനിയുണ്ട്, ഉച്ചയ്ക്ക് വീണ്ടും പോകണം. ചിത്ര ഹായ്. ചിത്ര. ശരണ്യ ഹായ്. ചേച്ചി ചേട്ടാ എൻ്റെ നെയിം പറഞ്ഞൊരു ഹായ് പറയൂ. ശ്രേയ പാറു ഹായ്. ഡിറ്റി. ശരണ്യ സുധി ഹായ്. മേലാറ്റൂർ അറിയാലോ? അറിയാം. മേലാറ്റൂർ അറിയാലോ? അലനല്ലൂരൊക്കെ അവിടെയല്ലേ? ചേച്ചിയുടെ സ്മൈല് സൂപ്പർ ആട്ടോ.
ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ ഷോ കാര്യം എങ്ങനെയാണ്? ഒരു ഐഡിയ ഇല്ല, നമുക്കിതുവരെ ഒരു ഡിസിഷനും അറിഞ്ഞൂടാ എന്താ ചെയ്യാന്ന്. നമുക്ക് കഴിഞ്ഞിടത്തോളം പോകും. അമ്പലം അടുത്താണോ? തൊട്ടടുത്താണ്. അമ്പലത്തിൽ സ്ട്രോങ് ആയിട്ടൊന്ന് മണി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കും. സുകന്യ ഹായ്. ഹായ് ചേട്ടാ ചേച്ചി, ക്യൂട്ട് കപ്പിൾസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അശ്വതി ഹായ്. എനിക്ക് മെസ്സേജ് അയക്കണം. അയക്കാമല്ലോ, ഇതിലല്ല, ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാം. ഹർഷ വിജയൻ ചേച്ചി അറിയൂ. ചേട്ടാ എവിടെ സ്ഥലം? ചേട്ടാ സുഖാണോ? ലിനീഷ മീർ ഹായ്. പറയാന്ന് പറഞ്ഞിട്ട് അമ്മക്കുട്ടി എവിടെ? അമ്മക്കുട്ടി ഇപ്പം വരും. സൽമാ റഹ്മാൻ ഹായ്. ആര്യ രാഹുൽ ഹായ്. ആര്യ എൻ്റെ പൊന്നു, ഈ അനിയൻകുട്ടൻ കാണുന്നില്ലേ? ഓ, ഇത് മെസ്സേജ് ഇങ്ങനെ ഞാൻ എന്താ പറയുക, അത്ര എക്സ്പേർട്ടല്ല ഈ സംഭവത്തിൽ. അപ്പോൾ ഓരോ മെസ്സേജും വായിക്കുമ്പോൾ ഇങ്ങനെ കുറേ താഴേക്ക് പോവുകയാണ്. അതാണ്. ശ്രേയ ഹായ്. രണ്ടാളും അടിപൊളിയായിട്ടുണ്ടല്ലോ. എവിടെ പോവല്ലേ? പോയി വന്നതാണ് അമ്പലത്തിൽ. കൃപ വീട്ടിലാണോ? അതേ വീട്ടിലാണ്. തസ്നി ആസിഫ് ഹായ്. ഡാസിൽഡ് സ്വീറ്റി ഹായ്. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഹരിതക്കുട്ടീന്ന് വിളിച്ചിട്ടുണ്ട്. ആ ഓപ്ഷൻ ചേട്ടനാണ് ഉള്ള അക്സെപ്റ്റ് ആക്കാൻ. ഏത്? അല്ല ഡിറ്റി. ഇപ്പോൾ നമ്മളെ എന്താ പറയുക, ചിലവർ സ്റ്റാർട്ടഡ് ഫോളോയിങ് കാണിക്കും. അപ്പോൾ എന്നെ ഫോളോ ചെയ്യാൻ ഉണ്ടാവും. ചിലവർ പറയില്ലേ, അപ്പം ഇപ്പോൾ ഡിറ്റി എന്നെ ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഡിറ്റി സ്റ്റാർട്ടഡ് ഫോളോയിങ് യു എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫോളോ ബാക്ക് എന്ന് കാണാം. തിരിച്ച് ഡിറ്റീനെ ഞാൻ ഫോളോ ബാക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഫോളോ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിറ്റിയുടെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ എനിക്ക് റിക്വസ്റ്റഡ് എന്നാണ് കാണിക്കുക. നേരെ മറിച്ച് ഡിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട് കാണിച്ചാൽ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതായത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിറ്റിയുടെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ എനിക്ക് റിക്വസ്റ്റഡ് എന്നേ കാണിക്കൂ. പിന്നെ ഡിറ്റി കൺഫേം ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്രണ്ട്സ് ആവുള്ളൂ. അങ്ങനെ ഞാൻ കുറേ എന്നെ ഫോളോ ചെയ്ത പ്രൈവറ്റ് അക്കൗണ്ട്സിലേക്ക് കുറേ ഇങ്ങനെ തിരിച്ച് ഫോളോ ബാക്ക് ചെയ്തുകൊണ്ട് അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടും എന്താ പറയുക, ബാൻ വന്നതാണ്. ഞാൻ കുറേ തപ്പിയിട്ടാണ് അതിൻ്റെ റീസൺ കണ്ടുപിടിച്ചത്. ചേട്ടാൻ ചേച്ചി ഹായ്. ശ്രീകുട്ടി രാമചന്ദ്ര ഹായ്. സമീറ ഷജീർ ചേച്ചിക്ക് സുഖമാണോ? സുഖമാണ്. അമ്മ എത്തിയോ? അമ്മപ്പ് വരും. ആരാ അത്? ആരെയാ ചോദിച്ചത്? ടിനു ഹരികുമാർ അനുചേച്ചി. അരി നമ്മളെ ഇവളാണ്, എന്താ പറയുക, നമ്മളെ നിശ്ചേച്ചീൻ്റെ മോള്. ഹായ് ചേട്ടാ ചേച്ചി. ഹലോ ചേട്ടൻ ചേച്ചീസ്. അമ്മ എത്തി. ഹർഷ വിജയൻ ഹായ്. ഹായ് കീറു. പ്രസീത ഹായ്. പ്രസീത എന്താ വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം ബ്രോ? പിന്നെ മനസ്സിലാവാണ്ട് പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത് കളഞ്ഞിട്ട് നേരിട്ട് കാണാൻ ഭയങ്കര ജാടത്തണ്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സുന്ദരി ആട്ടോ. അപ്പോൾ അനു വന്ന സമയത്താ. ഹലോ അനുചേച്ചി. ഞാൻ കുറച്ച് പെട്ടെന്ന് വായിക്കട്ടെ, കാരണം കുറേ മെസ്സേജ് താഴെ വന്ന് കിടക്കുന്നുണ്ട് തോന്നുന്നു. അമ്മ എവിടെ? ബൈമോളു ഹായ്. സുഖാണോ? എന്നെ മെസ്സേജ് അയക്കാലോ. അമ്മ എവിടെ? അമ്മ മെന്തി ഒരു ഹായ് പറയാലോ. ചേച്ചി പ്രഗ്നൻ്റ് ആണ്. കൃഷ്ണേന്ദു ഹായ്. ആയന ഹായ്. അമ്മ എവിടെ? ആരത്തി ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കാൻ പറ. ഷോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അക്കൗണ്ടേ ഉള്ളൂ. ഇതും തന്നെ അയക്കാട്ടോ മെസ്സേജ്. ബൈ ചേച്ചി. ഞാൻ ചേട്ടാ ഹായ്. അമ്മ എവിടെ? നിങ്ങൾ മൂന്നാളെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അതെ, ചേച്ചി ഹെൽത്ത് ആയിട്ടിരിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഛർദി ഉണ്ടോന്ന്? ഇല്ലില്ല, ഷീസ് ഹെൽത്തി. ബിനി ഹായ്. അമ്മമ്മ കാണാൻ കട്ട വെയിറ്റിങ്. നിലമ്പൂർ വരാറുണ്ടോ? വന്നിരുന്നു, ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ മുടി വെട്ടിയോ? യെസ്, മുടി വെട്ടി. വിനോദ് ബ്രോ ഹായ്. സ്റ്റാർ ലോദ് ഹായ്. ഹായ്, സൂപ്പർ കപ്പിളാണ്. താങ്ക് യു. സ്റ്റാർ ലോദർ ഹായ്. ആതിര ഹായ്. വിനു ഹായ്. സുഖാണ്. ഹരിത ചേച്ചിക്ക് ബോയ് ഇഷ്ടം, ബാലച്ചേട്ടന് ഗേൾ ഇഷ്ടം. അമ്മയ്ക്ക് ഇഷ്ടം ബോയ് അല്ല, അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളെ ഇഷ്ടം. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു, ഞങ്ങളോട് പോലും അങ്ങനെ പറയരുത് എന്ന് പറയും. അമ്മയ്ക്ക് ഏത് കുട്ടിയാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടി വേണം. 2 കുട്ടികളാണെന്ന് വെച്ചാലും എന്താ പറയുക, 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇപ്പം ചില ആളുകൾ പറയും, അയ്യോ പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ 90% ആളുകൾക്കും ബോയ്സിനോടായിരിക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അച്ഛനും അമ്മയ്ക്കും നന്നാവാൻ യോഗം ഉണ്ടിച്ച് അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അച്ഛനെയും അമ്മേനെയും രക്ഷപ്പെടുത്തും.
അത്രേ ഉള്ളൂ. രണ്ടുപേരും കൂടി ഒരു ഹായ് പറയൂ. ഹായ് ഗൗരി. എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് കേട്ടോ ഗൗരി. സമീർ മലപ്പുറം ഹായ്, കൺഗ്രാറ്റ്സ്, താങ്ക് യു. അമ്മ എന്തേ? അമ്മ അപ്പുറത്തുണ്ട്. ചേട്ടായി മുകളിൽ ലൈവ് ചിഹ്നം ഉണ്ട്, അവിടെ ആഡ് ചെയ്യൂ. എവിടെയാ ലൈവ് ചിഹ്നം? ഹായ് കമന്റ്. അത് ലൈവ് തന്നെയാണ്, ആഡ് ചെയ്യുന്ന ഓപ്ഷൻ അല്ലല്ലോ. അമ്മ എവിടെയാണ്? അമ്മ അപ്പം വരും. വിദ്യ അമ്മപ്പ വരും, അമ്മപ്പ വരും. സനു ഹായ്, റിൻസി ഹായ്, അമ്മു ഹായ്, വാണി, പുഷ്പരാജൻ ഹായ്, ഷാനു ഹായ്. അമ്മയെ കാണണം പറഞ്ഞിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യോ ചേട്ടാ? ഷുവർ ചെയ്യാലോ. ചേട്ടൻ ഫ്രീക്കാണോ? ആണോ? ഇങ്ങനെയൊക്കെ ചന്ദനക്കുറിയൊക്കെ തൊട്ടിരുന്നിട്ടും ഫ്രീക്കാന്ന് പറയാ. എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്നോ? ഷുവർ കാണിക്കാലോ. അമ്മു റോബിൻ ഹായ്, മേഴ്സി ഹായ്, രേഷ്മ, വാണി ഹായ്. വാണി അമ്മയ്ക്കൊരു വലിയ ഹായ്. ഷുവർ ഷുവർ ഷുവർ. ഹലോ ബാലു ചേട്ടാ, സുഖമാണോ? സുഖമാണ് മോനു. ഓ എല്ലാവരും എന്നെ ആക്കുവല്ലേ. ഇനി എന്നാ ഷൂട്ടിങ് ഈ മന്ത് ലാസ്റ്റ് ഉണ്ട്. നൂർബിന, അടിപൊളി പേരുകളൊക്കെയാണല്ലോ. ആദിൽ ആൻ്റണി ഹായ്. ആദിൽ. നന്ദന ഹായ്. ആമി, ആദിൽ ആൻ്റണി മോർണിംഗ്. രഞ്ജിനി രാജ് ഹായ്. അമ്മു, സീക്രട്ട് ഹണ്ടർ ഹായ്. സന ബിന്ത് ഷറഫുദ്ദീൻ. ബാലുച്ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അത് എപ്പോഴാണ് ഒന്ന് പറയൂ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആണോ? സന എന്നെ ഫോളോ ചെയ്യൂ ചേട്ടാൻ ചേച്ചി. ഷുവർ ചെയ്യാലോ. ആർദ്രലക്ഷ്മി, ശ്രീകുട്ടി ഹായ്, കൺഗ്രാറ്റ്സ്. ഷാദിയ ഇലിയാസ് സുഖാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ. വാണി അമ്മ എവിടെ? അമ്മ അപ്പുറത്തുണ്ട്. എന്നെ കാണാൻ വന്നില്ല കേട്ടോ. വരാം. എന്തായാലും ഞാൻ ഒരു ദിവസം വരുന്ന മണ്ണേക്ക് ഇറങ്ങാം. നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് ബ്യൂട്ടിഫുൾ ഫാമിലി. താങ്ക് യു അമീർക. സുമയ്യ ഹായ്. ആദിൽ അഷ്റോസ് ഹായ്. ലെറ്റൂസ്, രതീഷ് ബ്രോ. ചേട്ടാ അമ്പലം ഒന്ന് കാണിക്കാമോ ഒരു ദിവസം? ഇന്നിപ്പോൾ അവിടെ ഭയങ്കര റഷൊന്നും ഇല്ലാത്ത ദിവസം ഒരു ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഹലോ ചേട്ടാ ചേച്ചി ഹായ്, സുഖമാണോ? മൈ ഫുൾ നെയിം ഒന്ന് പറയൂ. നന്ദന 2003 ചക്കി ഹായ്. ചക്കി വീട്ടിൽ വിളിക്കുന്ന പേരാണോ നന്ദന? എവിടെയാ പോയിക്കുക? അമ്പലത്തിൽ പോയി വന്നത് എന്നുള്ളൂ. അനീഫക്കാക്കാൻ്റെ, ഓ നമ്മുടെ ഇവിടുത്തെ അനീഫല്ലേ, അവരെ വീട്ടിൽ പോയ സമയത്ത് ഇപ്പം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഇതെങ്ങനെ തപ്പിപ്പിടിച്ച ഐഡിയ ഒക്കെ. AJ സോളോ ഹായ്. പൊന്നൂസ് വീട് കാണിക്കുമോ? വീടിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പൊന്നൂനെ അയച്ചുതരാ. ഓൾ ബബിത ഹായ്. സുമയ്യ ഐഷത്ത്. വീട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇപ്പം അമ്പലത്തിൽ പോകാലേ ചേച്ചിയും എന്താ പറയുക, ഒരു ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കണ്ട നല്ല വൃത്തിയിൽ കിടക്കുകയാണ് വീടൊക്കെ. ഇതിലും വൃത്തിയായിട്ടാണ് പല റൂമും. അതെ, ഇതിലും വൃത്തിയായിട്ടാണ് പല റൂമുള്ളത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. വീട്ടിലെല്ലാരും കൂടെ വന്നു കഴിഞ്ഞാൽ വൃത്തിയൊക്കെ കണക്കാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രത്യേകിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ വാരി വലിച്ചിട്ടിട്ടൊക്കെ എല്ലാവരും ഒരു ദിവസം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ വീട് കാണിക്കാം. അനുശ്രീ ഹായ്. ശ്രീകുട്ടി രാമചന്ദ്രൻ, ബിജു ചേട്ടാ ഹായ്. ഞാൻ മെസ്സേജ് അയച്ചു. ഓക്കെ താങ്ക് യു. ഞാൻ ചേട്ടനെയും ചേച്ചിയുടെയും കട്ട ഫാനാണെന്ന്. ഞങ്ങൾ സൂര്യ സന്തോഷിൻ്റെ കട്ട ഫാനാണ്. അമ്മ ഇഷ്ടമാണ് കേട്ടോ. ഓ ദിയ ഹായ്. നിങ്ങളുടെ വീട് പെരിന്തൽമണ്ണാണോ? അല്ല, മലപ്പുറമാണ്. മലപ്പുറം ടൗൺ അടുത്താണ്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് സന. ഞങ്ങൾക്ക് സനേനെയും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാളും പൊളിയാട്ടോ. നന്ദന ഹായ്. വീട്ടിൽ വാടാ. ഞാൻ 14th നൈറ്റ് പോകുന്നു. 14th നൈറ്റ് തിരിച്ചു പോവോ? എന്നാൽ നാളെ മറ്റന്നാളായിട്ട് ഇറങ്ങടാ അങ്ങോട്ട്. വണ്ടി ഇല്ലേ കയ്യിൽ? പിന്നെന്താ, ഇറങ്ങങ്ങോട്ട്. ലുക്കാണ് കാണാൻ. അമ്പലത്തിലൊക്കെ പോയി സൂപ്പറാണല്ലോ. താങ്ക് യു. വിജയ് ഹായ്. ചേട്ടാ ചേച്ചി ഒന്ന് ആക്റ്റീവ് ആവാൻ പറയൂ. ചേച്ചി ഒന്ന് ആക്റ്റീവ് ആവാൻ പറയുന്നു. അയ്യോ ഇവളെ ടിക്ടോക്ക് ഒന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ? പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ലേ, രേനെ പിടിക്കാനാ. എന്താ അമ്പലത്തിന്റെ പേര്? ധന്വന്തരി ക്ഷേത്രം.
പ്രിറ്റി പംകിൻ ഹായ്. അമ്മ എന്ത് ചെയ്യും? അമ്മ ഉണ്ട്. ഹായ് സന. സന ഹായ് ഓ ഹായ് ഫോളോ ആക്കാലോ സന ബിന്ത് ഷറഫുദ്ദീൻ. ഓ എന്താ പേര്. കാവ്യ ഒരു ഹായ് തരൂ. അമ്മൂസ് ഹായ്. ഹായ് ഹായ് ഹായ്. സീക്രട്ട് ഹണ്ടർ ഹായ്. ഡാഡ് ലോവർ ഹായ്. ദേവിക ഷനാലി. ഹായ്. ആനലീന ചേച്ചി. ചേച്ചി ഓ പ്രിൻസേട്ടാ എന്താണ് വിശേഷം? ബേക്കറിയിലാണോ? ചേട്ടാ. അനുഷ ചേച്ചി അവിടെ. ഷമീർ ഫാത്തിമ ഹായ്. ബിൽന ബിജു ഹായ്. ചേട്ടാ ഹലോ. എന്നെ ഫോളോ ആക്കാലോ. നാദിറ മനാഫ് ഹായ്. സൗമ്യ സുനിൽ എൻ്റെ മെസ്സേജ് കാണാറില്ല, കുറേ അയച്ചിട്ടുണ്ട്. ഷുവർ ഞാൻ നോക്കാം കേട്ടോ പൊന്നൂസ്. ഒരു ഹായ് തരുമോ? ഹലീന ഹായ്. പ്രിൻസേട്ടനെ എന്നെ വിളിച്ചിട്ടുള്ളൂ, അപ്പം എന്നോടാ കൂടുതൽ ഇഷ്ടം. ആണ് എന്നോടാ കൂടുതൽ ഇഷ്ടം. അമ്മ വിളിക്ക് കാണാനാണ്. അമ്മ അമ്പലത്തിലാണ്. സൗമ്യ ഹായ്. ബാലിച്ചേട്ടാ ഫോളോ ചെയ്യാലോ. ജിഷ്ണ ഹായ്. ബഷീർ ഹായ്. അമ്മയ്ക്ക് സുഖമാണ് വിജയ്. ഡേ മക്കളെ, ഫാൻസ് അസോസിയേഷൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റ ഉപരോധിക്കും. ഇൻസ്റ്റ ഓൾറെഡി എന്നെ കുറെ ഉപരോധിച്ചിട്ടുണ്ട്, ഫോളോ ചെയ്യാനൊന്നും പറ്റാണ്ട്. അതെ ഹരിത എന്തുണ്ട് എന്ന് നിന്നോട് എണീറ്റ് പൊക്കൂടെ എന്നാണ് പ്രിൻസേട്ടൻ ചോദിക്കുന്നത് കേട്ടോ. പ്രിൻസേട്ടന് എന്നെ മാത്രം കണ്ടാൽ മതി. സൗമ്യ ഹായ്. അമ്മയെ വിളിക്ക് ചേട്ടാ. അമ്മ അമ്പലത്തിലാണ്. ഹായ്. അമ്മയോട് എൻ്റെ അന്വേഷണം പറയണം. ഷുവർ. ലവ്ലി കപ്പിൾ. ഞാൻ കുറേ മെസ്സേജ് അയച്ചിട്ട് ഒന്നിനും നോ റിപ്ലൈ. മിന്നൂസ് പറ. മിന്നൂസ് എന്താണ്? അനഘ ഹായ്. ഇങ്ങനൊരു ഭാര്യയും ഭർത്താവും പ്രോഗ്രാമിൽ ഹരിത ചേച്ചി എന്തോ പറയാൻ നിൽക്കുന്ന. ഹരിത ചേച്ചീനെയാണ് ഇഷ്ടം എന്നായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊളി കപ്പിൾസ്. താങ്ക് യു അലീന. ഞാനും ആലത്തുറപ്പടിയാണ്. ഐ വാണ്ട് ടു മീറ്റ് യു. ക്രേസി കൺമണി. ആലത്തുറപ്പടി അടിച്ച് അങ്ങോട്ട് ഓടിപ്പോരെ ചായ കുടിക്കാൻ. ചേച്ചിക്ക് സുഖാണോ? അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് സുഖമാണ്. അമ്മ എവിടെ? അമ്മ അമ്പലത്തിലാണ്. സ്വീറ്റി സ്റ്റാർസ് നോ സീക്രട്ട്. ഫേവറേറ്റ് കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽഡ് കിങ്. പുതിയ ടിക്ടോക്ക് ഇല്ലേ? ഇന്നിപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇടാം. വെയിറ്റിംഗ് ഫോർ അമ്മ. മൈ ഗാം. മുഫി ചേച്ചിക്ക് എത്ര വയസ്സായിരുന്നു? വയസ്സ് പെൺകുട്ടികളോട് ചോദിക്കാൻ പാടില്ല. അവൾക്ക് ഇപ്പോഴും 17. ഫോളോ ആക്കുക ഏട്ടാ. ജിഷ്ണ വിനീഷ് ഹായ്. ഫേവറേറ്റ് കപ്പിളാണ്. ലവ് യു. ഫോളോ ആക്കാലോ. ഞങ്ങൾക്ക് 3 പേര് ഇഷ്ടമാണ്. താങ്ക് യു വിജയ്. ഇങ്ങനൊരു ഭാര്യയും ഭർത്താവും വന്നേ. പിന്നല്ല, ഇപ്പോഴൊക്കെ ഇങ്ങനൊരു ഭാര്യയും ഭർത്താവും പറയും. കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെയൊരു ഭാര്യയും ഭർത്താവും എന്ന് പറയും. ഹായ്. സുഖല്ലേ? സുഖാണ്. എനിക്കൊരു ഹായ് തരണേ. അമ്മു സോമൻ. എനിക്കൊരു ഹായ് പറയുമോ? അപ്പൂസ് മുത്തുവാവ ഹായ് തരൂ രണ്ടുപേരുടെയും. നയന ഹായ്. അയ്യോ അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്പലത്തിൽ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇത്ര അടുത്താണ്. ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണ്. ചേച്ചിയെ ഞാൻ വിളിച്ചു. ആയിരിക്കും. മുമ്പ് എല്ലാ മെസ്സേജും ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഇത്തിരി ബിസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പൊന്നൂസിന് ഞാൻ റിപ്ലൈ ചെയ്യാം. അഭിനന്ദിൽ ഹായ്. ജിഷ്ണ എന്തെല്ലാം സുഖമായിരിക്കുന്നു. അമ്മ ഒന്നും ഇല്ല, എത്തിയിട്ടില്ല. ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ. അമ്മ നല്ലപോലെ നോക്കണേ ചേട്ടാ. ഷുവർ. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. അമ്മേനൊക്കെ പൊന്നു പോലെ തന്നെയാണ് നോക്കുന്നത്. ഡോണ്ട് വറി. അമ്മ വളരെ ഹാപ്പിയാണ്. അമ്മ എന്ത് പറയുന്നു? ബേബിയുടെ നെയിം ബോയിന്ന. അങ്ങനെ കണ്ടുവച്ചിട്ടൊന്നുമില്ല പേര്. അമ്മ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അമ്മയുടെ ഫാനാണ്. ജയകൃഷ്ണൻ. താങ്ക് യു ജയകൃഷ്ണൻ. സൗമ്യ ഹായ്. ചേട്ടൻ്റെ ഫോളോ ചെയ്യാലോ. ഞാൻ അമ്മയുടെ ഫാനാണ്. രൂപേഷ് ഹായ്. അമ്പലത്തിൽ. സൗമ്യ നിങ്ങൾ പൊളിയാണ് കേട്ടോ. താങ്ക് യു. നിങ്ങൾ അടിപൊളിയാണ്. എൻ്റെ പേര് പറയോ മിസ്റ്റർ? ഒന്നല്ലേലും വീഡിയോ ചെയ്യുന്ന അല്ലേ? മിസ്റ്റർ കിറ്റോനിയനാണ് ഞങ്ങളുടെ പേഴ്സണൽ എഡിറ്റർ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ വീഡിയോസും ചെയ്ത് തന്ന് ഞങ്ങളുടെ ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഞാനിടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ്, എനിക്ക് ഇൻസ്റ്റയിൽ ഞാനിടുന്ന വീഡിയോസ്, എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞുകൂടാ. ക്രിപ്റ്റോനിയൻ നല്ലൊരു എഡിറ്ററാണ്. അതവൻ്റെ ഐഡിയ ആണ്. നവാസ് എന്നാണ് പേര്. സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പറയുക, എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. നല്ല ബ്രദറാണ്.
അപ്പം അവനാണ് എനിക്ക് വേണ്ടി എല്ലാ വീഡിയോസും എൻ്റെ മരുതയുടെ ഒക്കെ ഇപ്പം ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ട വീഡിയോസൊക്കെ ഇല്ലേ എല്ലാ വീഡിയോസും ചെയ്തു തരുന്നത് അവനാണ്. നവാസിക്ക. ശ്രീകുട്ടി രാമചന്ദ്രൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ ഷോയിലേന്നു? ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഒബ്വിയസ്ലി നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചിലവരോട് ഇഷ്ടം കൂടും, ചിലവരോട് ഇഷ്ടം കുറയും അല്ലേ? അതിപ്പോൾ ആണ്. പക്ഷേ എന്താ പറയുക, നമ്മളതിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് കപ്പിൾ ഇതാണ് എന്നൊക്കെ പറയുമ്പം ബാക്കിയുള്ളവർക്ക് കുറച്ച് സങ്കടം വരില്ലേ? എല്ലാവരും ഒരുപോലെ ഫാമിലിയാണ്. പക്ഷെ ഇപ്പം ഈവൻ അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറയും രണ്ടുപേരും ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൊടിക്ക് ആരോടെങ്കിലും ഉണ്ടാവും കൂടുതൽ ഇഷ്ടം. അതുപോലെ ഉണ്ട്. അതുപോലെ ഒരു കപ്പിൾസിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് എല്ലാവരും മുമ്പിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമാവും. ഞാൻ മെസ്സേജ് അയച്ചിട്ട് എന്താ എനിക്ക് റിപ്ലൈ തരാത്തതെന്നോ? ഉറപ്പായും വന്നിരിക്കും. പിന്നല്ല അമ്മ ഫാൻ. ഹായ് അഗിൻ. യു ആർ ക്യൂട്ട് കപ്പിൾസ്. കുക്കോസ് താങ്ക് യു. നിങ്ങൾ പൊളിയാണ് കേട്ടോ. താങ്ക് യു. ഇപ്പം പണിക്കൊക്കെ പോകാറുണ്ടോ? പാങ്ങിക്കോ വന്നിട്ട് കൊറേയായി. ചേട്ടാ ഫോളോ കണ്ടില്ലേ? എനിക്കൊക്കെ ഇംഗ്ലീഷ് ഇങ്ങനെ ഒന്ന് വായിക്കാറെന്ന് അറിഞ്ഞൂടാ. വാങ്ങിക്കോ എന്നാണ് ഉദ്ദേശിച്ചതല്ലേ? ചേട്ടാ ഫോളോ ചെയ്യാലോ. ഒന്ന് പോയി ഞാൻ എത്ര മെസ്സേജ് അയച്ചു എന്നോ. രൂപേഷ് ആതിര രൂപേഷ് രതില എന്നാണല്ലേ? ഓക്കെ. സോറി ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഹായ് ചേച്ചി ചേട്ടാ, നിങ്ങളുടെ സെയിം ലവ് സ്റ്റോറിയാണ് എൻ്റെ. ആണോ? അതാണ് ഇത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നല്ലേ? ഹലോ അഭിന. ഹായ്. ചേട്ടൻ്റെ ചേച്ചിയുടെ നിക്ക് നെയിം എന്താ? ഇവളുടെ നിക്ക് നെയിം ഒക്കെ ഭയങ്കര രസമാണ്. ശ്രീകുട്ടി. എൻ്റെ നിക്ക് നെയിം വേണ്ട. അയ്യോ ഭയങ്കര ഞാൻ ലൈവ് കിറ്റ് ചെയ്ത് പോകും. വേണ്ട പറയണ്ട. ചേട്ടാ ചേച്ചി സുഖാണ്. ഇവള് ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലേ? എന്റെ കമന്റ് ഒന്ന് വായിക്കൂ പ്ലീസ്. നാനേന്റെ എത്ര വട്ടം ഞാൻ തന്നെ വായിച്ചു. നമ്മളെ കമന്റ് ഒന്ന് വായിക്കൂ. അഭിന വായിച്ചല്ലോ. അയ്യോ ഏട്ടാ വയസ്സ് ചോദിച്ചത് വേറെ ഒന്നല്ല, ഈ പ്രോഗ്രാമിൽ ഏറ്റവും ചെറിയ കുട്ടി ഹരിത ചേച്ചിയാണ് തോന്നി. അതാട്ടോ സോറി. ആണ്, അത് സത്യാണ്. ഏറ്റവും ചെറുത് ഹരിതി ഹേബയാണ്. ഇവക്ക് മുഴുവൻ ചേട്ടനും ചേച്ചിയാണ്. ചേട്ടാ ചേച്ചി കുട്ടി. സത്യജിത്ത് പോപ്സ്. ഹായ്. ഷൂട്ട് ഇന്നില്ല, ഇനിയിപ്പം എന്താ പറയാ നവംബർ ലാസ്റ്റ്. രഞ്ജിത് റാം. ഹായ് പൊന്നൂസ്. നമ്പർ തന്നാ വിളിക്കാട്ടോ. ഷുവർ. അനിജാസ്. ഹായ്. ബീങ് സൈത്തിൻ്റെ പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഒത്തിരി ഹാപ്പിയായി ലൈവ് വന്നത്. ഞങ്ങൾ കുറേ ആയി. ഇവിടെ ആരാ പറഞ്ഞു? അയ്യോ മിന്നുവാണത്. ജാതത്തിൽ ഒരു കാര്യമില്ല, മനപ്പൊരുത്തമാണ് വേണ്ടത്. പിന്നെ അല്ല, കീർത്തനയ്ക്ക് ബുദ്ധിയുണ്ട്. ഹരിത ചേച്ചി നിങ്ങൾ സൂപ്പറാട്ടോ പറഞ്ഞിട്ടുണ്ട് രവി. അതുകൊണ്ടാ വയസ്സ് ചോദിച്ചേ. അയ്യോ സോറി ഒന്നും പറയണ്ട. ഇവക്ക് 23. അതെ ഇനി അത് കേൾക്കാഞ്ഞിട്ട് കുട്ടി ചാവടി ചെയ്യാതിരിക്കണ്ട. എന്നോ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുമോന്ന്. അശ്വതി രവീന്ദ്രൻ യൂട്യൂബ് ബ്രൂട്ടസ്. എത്ര വട്ടം ഞാൻ അശ്വതി രവീന്ദ്രൻ എടുത്തെടുത്ത് വിളിച്ച്. ശ്രീകുട്ടി. നിലമ്പൂർ ഉള്ള അലീന അല്ല, കോതമംഗലം ഉള്ള ഒരു ആരാധികയാണ്. അലീന ഫ്രം കോതമംഗലം. ഇനി മറക്കില്ല. ഒരു ഹായ് പറയൂ. അതെനിക്കുള്ളതാണ്. എനിക്കുള്ളതാ. ഹരിതേച്ചി ലവ് യു. ഹായ് ചേട്ടാ ചേച്ചി. എത്ര നേരമായി നിന്ന് എന്നെയും ഫോളോ ചെയ്യാലോ. എങ്ങനെയാണ് ഫേമസ് ആയതെന്ന്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം ആ സ്റ്റോറി. ആദ്യം നമുക്ക് ഫേമസ് ആവാൻ വേണ്ടത് നമ്മളുള്ള ജോലി റിസൈൻ ചെയ്തിരിക്കണം. ഉള്ള ജോലി നല്ല വൃത്തിക്ക് റിസൈൻ ചെയ്ത് നമ്മൾ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തേരാപ്പാര നടക്കണം. എന്നിട്ട് നാട്ടിൽ വരണം. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്കൂട്ടിയിൽ തന്നെ പോകണം.
സ്കൂട്ടിയിൽ പോകുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്സിഡന്റ് ആവണം. ആക്സിഡന്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് തള്ളി മറിഞ്ഞ് വീഴണം. മിനിമം 2 മാസം കിടക്കണം. മിനിമം 2 മാസം ഒരു വീട്ടിൽ ബെഡ് റെസ്റ്റിൽ കിടക്കണം. അങ്ങനെ ബെഡ് റെസ്റ്റിൽ കിടക്കുമ്പോൾ ഏതെങ്കിലും റിയാലിറ്റി ഷോയുടെ പരസ്യം കാണുമ്പോൾ അപ്ലൈ ചെയ്തോ കിട്ടും, ഉറപ്പാണ്. എനിക്കങ്ങനെ കിട്ടിയത്. കുഞ്ഞൂനാണോ ചേട്ടാ എനിക്ക്? അയ്യോ, ഈ സിയനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്കെതിരെ അധോലോകത്തുനിന്ന് ഞാൻ ആളിറക്കുന്നുണ്ട്. മിഥുൻ ബ്രോ എന്താണ് കണ്ടില്ല? ശ്രീദിയ, ശ്രീമോൾ, ബാലിച്ചേട്ടായി ഫുഡൊക്കെ കഴിച്ചോ? ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്പലത്തിലെ ഉപ്മാവും പഴവും ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പ്രിൻസേട്ടാ എനിക്കൊരു ഷാർജ ഷേക്ക്, ഇവക്കൊരു ഇത് ലൈം ഉപ്പിട്ട ലൈം. ആര്യ സോമൻ ഹായ്. ഹരിത ചേച്ചി ധൈര്യമായി പറ ചേട്ടൻ്റെ നിക്ക് നെയിം. അത് ഏതോ ഒരു കുട്ടി എല്ലാം കുളമാക്കി. നമ്മളൊരു മൈൻഡും ഇല്ലാന്നോ. മിഥുൻ ബ്രോ പറ. ഹരിത ചേച്ചിയുടെ മുടി സൂപ്പറാണ്. ഇനി നല്ലൊരു വിഗ് കിട്ടിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. ചേച്ചിയുടെ ബ്യൂട്ടിഫുൾ ഐസ്. അതെ, അവളുടെ ഐസ് മാത്രം ബ്യൂട്ടിഫുൾ, എൻ്റെ മൊത്തം ബ്യൂട്ടിഫുള്ളും. അനീഷ വീട്ടിൽ. അനീഷ വീട്ടിലാണോ? ഞങ്ങൾക്കും 5 പൊരുത്തേ ഉള്ളൂ, അപ്പം നമ്മൾ സെയിം ആണ്. പിന്നെ അല്ല. ഡീപ്സ് ഹായ്. ഈ 5 പൊരുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ പെരും ജാതി സ്നേഹമായിരിക്കും. മൈൻഡ് ആക്കൂ. അഞ്ജന മൈൻഡ് ആക്കി. അശ്വതി ചേച്ചി ലവ് യു. ചേട്ടാ എന്നെ ഫോളോ ചെയ്യാലോ? ലവ് യു ബോത്ത്. ഷുവർ. അമ്പലത്തിൽ പോയോ? പോയി. കുറുനരി ഹായ്. കുറുനരിൻ്റെ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ടു കേട്ടോ. ഗുഡ് മോർണിംഗ് കുറുനരി. നിഷ്മ സണ്ണി ഹായ്. നിഷ്മ ചേട്ടാ ചേച്ചി ഒന്ന് മെസ്സേജ് നോക്കൂ. ഷുവർ നോക്കാം. ആര്യ. അശ്വതി രവീന്ദ്രൻ ബൈ കപ്പിൾസ്. അശ്വതി അപ്പം പിന്നെ കാണാം. അശ്വതി ഷൂട്ട് നവംബറിലോ? ഫെബ്രുവരിയിൽ ലാസ്റ്റ്. റമീന ഹായ്. റമീന. പ്രിൻസ് ചേട്ടനുള്ളതാണെങ്കിൽ ചേച്ചി എനിക്കുള്ളതാ. പ്രിൻസ് ചേട്ടനുള്ളതാണെങ്കിൽ ചേച്ചി എനിക്കുള്ളതാ. ഓ, ഈ ക്യൂട്ട് കപ്പിൾസ്. താങ്ക് യു. സിയ മൈൻഡാക്കൂ. അമ്പിളി ചേച്ചിന്റെയും ചിഞ്ചു ചേച്ചിന്റെയും കല്യാണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടല്ലോ അതിന്റെ ഇടയിൽ എപ്പോഴോ. ജംഷി ബ്രോ എന്താണ്? ജംഷി ബ്രോ എന്താണ്? ജോബൊക്കെ എന്തായി? ചേച്ചി എനിക്ക് ഇഷ്ടമല്ലാന്നാണോ ഉദ്ദേശിച്ചത്? ബട്ട് എൻ്റെ ഒഫീഷ്യൽ പേര് ശ്രീകുട്ടി എന്നാ. എല്ലാവരും കളിയാക്കും. ചേച്ചി എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ഒഫീഷ്യൽ പേര് ശ്രീകുട്ടി എന്ന് എല്ലാവരും കളിയാക്കുന്നു. എന്തിനാ കളിയാക്കുന്നത്? നല്ല പേരല്ലേ ശ്രീകുട്ടി. സൂപ്പർ കപ്പിളാ. താങ്ക് യു ആര്യ. അനിയൻകുട്ട. ബിജു ചേട്ടാ എന്താണ് വിശേഷം? സിയ എന്നെ കുഞ്ഞുമോനെന്ന് വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ പൊളിയാണ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ കപ്പിൾ. ഗമയ. ഇത് നമ്മുടെ ഗമയല്ലേ? ബാലചേട്ടാ ആൻഡ് ഹരിത ചേച്ചി നിങ്ങൾ ക്യൂട്ടാണ്. താങ്ക് യു മേർ. ആൽബിൻ വീട്ടിലാണ്. അമ്മ അന്വേഷിച്ചു എന്ന് പറയാം അനാമിക. ഉപ്പിലിട്ട ലൈമിൻ്റെ ഫേസ് കണ്ട? ഉപ്പിട്ട ലൈമിൻ്റെ ഫേസ് കണ്ടാന്ന്? കണ്ടില്ലേ? ഇതാണ് എന്താ പറഞ്ഞ. ഷോർട്ട് ടൈമിങ് 6:30 കൺവീനിയൻ്റ് അല്ല എന്ന് പറയാമോ? ഷുവർ, ഞങ്ങളത് പറയാട്ടോ. ബിജു ചേട്ടാ ഇന്ന് എവിടെയാണ്? എന്നെ കുട്ടപ്പ എന്ന് വിളിക്കുന്ന ഒരേ ഒരാളാണ്. അമ്മൂമ്മ ഇവിടെ? അമ്മൂമ്മ അമ്പലത്തിലാണ്. അഞ്ജന ഹായ്. ഹെവൻലി ഗേൾ ഹായ്. ഹരിത ഞാൻ ചിന്നു ആണ്. ഹർഷ വിജയൻ. ആരാ ചിന്നു? ഓ ചിന്നുവാ. ഞാൻ സുൻചേച്ചിന്റെ മോളാ വിചാരിച്ചു ആദ്യം. ചിന്നു ആണ്. അമ്മ അമ്പലത്തിലാണ്. എൻ്റെ ഫേവറേറ്റ് കപ്പിൾ ഹെവൻലി. ചേട്ടാ അമ്മയെ വിളിക്കൂ. അമ്മ അമ്പലത്തിലാണ്, അമ്പലത്തിൽ നിന്ന് എത്തിയിട്ടില്ല. ശരണ്യ രൂപേഷ് അമ്മയെ ഒന്ന് കാണിക്കൂ. അമ്മേനെ വൈകുന്നേരം കൊണ്ടുവരാം കേട്ടോ. പോൾ ബബിത ഹായ്. ഒരു ഹായ് തരൂ. സീമ ഹായ്. സീമ 2 എണ്ണത്തിനൊരു പണിയും ഇല്ല അല്ലേ? അൽ ദുഷ്ട.
കുറുനരി ചേച്ചി സുന്ദരിയാ കാണാൻ, ചേട്ടൻ അതിലേറെ സുന്ദരനാ. അതെന്താ പറയാൻ മറന്നുപോയത്? അല്ല, ആരും അങ്ങനെ കമന്റ് ഇടുന്നില്ല, അപ്പൊ ഞാൻ തന്നെ വായിച്ചതാ. അമ്മും അവിടെ ഉണ്ടോ ഞാൻ ചോദിച്ചതായി പറയണേന്ന്. ചേച്ചി ഷൂട്ട് നവംബർ ആണെന്ന് പറഞ്ഞു. നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എത്ര മന്തായി? 5 months. അമ്മക്കുട്ടി എന്തിയെ? അമ്മക്കുട്ടി അമ്പലത്തിലാണ്. രണ്ടാളും ഒരു ഹായ് തരുമോ? സ്വീറ്റ് പ്രിൻസസ് ഹായ്. വെരി 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 ക്യൂട്ട്. താങ്ക് യു. ഡീപ്സ് അമ്മയുടെ അമ്മ അമ്പലത്തിലാണ്. ചേട്ടൻ പണ്ടേ സുന്ദരനാണ്. അതാണ് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പിന്നെ കേൾക്കാനൊരു സുഖം, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയോ? പോയി സജയ്. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു 10-20 ഫിൽറ്ററൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇഷ്ടപ്പെട്ട ഫിൽറ്റർ കാണുമ്പോൾ അവിടെ സ്റ്റക്ക് ആക്കിയാൽ മതി. ടാറ്റാ. റഫാൽ മനുവേട്ടൻ. ആ മനു അല്ല, ബാലുവാണ്. അവൻ എന്നെ മനുവിനെ വിളിക്കില്ല, അത് അവൻ എവിടുന്ന് കിട്ടിയതാണാവോ. അനീഫേ, ബാലു എന്ന് വിളിക്കുകയില്ല, മനുവിനെ വിളിക്കൂ. എനിക്ക് അറിഞ്ഞൂടെ അവൻ എന്താ എന്നെ മനുവിനെ വിളിക്കുന്നതെന്ന്. ഹായ് ഹരിത ചിന്നു. അപ്പൊ ചേച്ചിക്ക് എന്നെ മനസ്സിലായി എന്നാണ് പറഞ്ഞത്. കുഞ്ഞുമോൻ ചേട്ടാ എന്തോ ഞാൻ പറയൂ എന്താ നോക്കാത്തെ. ഞാൻ എഫ് എൻ ലീഗിൽ ഞാൻ വായിച്ചല്ലോ. അർച്ചന കെ വി ഹായ്. പ്ലീസിന്റെ പേര് പറ. റഫാല ചേട്ടാ, ഞാൻ അങ്ങനെ വിളിക്കില്ല കേട്ടോ, സോറി. ഇഷ്ടമാണ്, എന്നെ വിളിച്ചോ അങ്ങനെ, കുഞ്ഞുമോനെ എന്നെ വിളിച്ചോ. ഹരിതേച്ചി സെന്റ് ജോമസിലാണോ പഠിച്ചത്? അല്ല, അവള് കൊട്ടുകാരിയായിരുന്നു. ഇപ്പൊ എത്ര മന്തായി ചേച്ചി? 5 മാസമായി. അമ്മ എന്തിയെ കണ്ടില്ലല്ലോ? അമ്മ അമ്പലത്തില. സത്യജിത്ത് എത്ര ടൈം വരാണ് ഷൂട്ടില്ല? അത് ഞങ്ങൾക്ക് മന്ത്ലി 10 days അടുത്താണ് ഷൂട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് തുടങ്ങും. ചേച്ചി പൊളിയാണ്. താങ്ക് യു. ഗായൂസ് ഹായ്. ക്യൂട്ട് കപ്പിൾ. ഒത്തിരി ഇഷ്ടമാട്ടോ നിങ്ങളെ. താങ്ക് യു ജസീറ. അമ്മേനെ തിരക്കിന്ന് പറയാലോ ആര്യ. എനിക്ക് അമ്മേനെ കാണണം. വൈകുന്നേരം ലൈവിൽ വരാട്ടോ. കൃഷ്ണജ ഹായ്. ശ്രീലത ഹായ്. അമ്മ അമ്പലത്തിൽ പോയതാണ്. നിഖിൽ ബ്രോ എന്താ വിശേഷം? അമ്മു ഹായ്. അമ്മു ഹരിതേച്ചി സാരിയിലാണ് കാണാൻ അടിപൊളി. താങ്ക് യു. എൻ്റെ ചാറ്റ് കാണുന്നുണ്ടല്ലോ. ചേട്ടനും പൊളിയാണ്. താങ്ക് യു ശ്രേയ. നമ്പർ തരൂ കുഞ്ഞുമോൻ ചേട്ടാ. ഓ ഞാൻ അയച്ചു തരാം. ചേട്ടനും ചേച്ചിയും സൂപ്പറാ. താങ്ക് യു ചേട്ടാ. അമ്മയെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ അമ്പലത്തിൽ പോയതാണ്. സുന്ദരനും സുന്ദരിയും പറഞ്ഞിട്ടുണ്ട്. ഷാദിയ താങ്ക് യു. ബൈ ചേട്ടാ. താങ്ക് യു സിയ. ലിവിയ ഹരീഷ് ഹായ്. പുഷ്പരാജൻ ഹായ്. കുറുനരിമോൻ പോകുക. ടേക്ക് കെയർ ബോത്ത് ഓഫ് യു. താങ്ക് യു കുറുനരി കൊള്ളാം കേട്ടോ. ഞാൻ പോട്ടെ, ക്ലാസ് ഇപ്പം തുടങ്ങും. ഓക്കെ ശ്രീദിയ. ഞാൻ പിന്നെയും വന്നു കേട്ടോ. പോവാൻ തോന്നുന്നില്ലാന്നോ? ഇത് സത്യം പറയല്ലേ, ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിലല്ലേ ഈ പരിപാടി. റിൻഷ ഷാമി ഹായ്. ഹായ് ചേട്ടാ. ചേട്ടാ ഒരു ഹായ് പറയൂ വെച്ചിട്ടുണ്ട്. ഇസ്കീൽ ഏതെങ്കിലും ചെറിയ കുഞ്ഞിൻ പേരൊക്കെ ഇട്ടൂടെ? ഇതൊക്കെ ഇട്ടിട്ട് നാവൊക്കെ വേദനിക്കണം എനിക്ക്. പേര് പറഞ്ഞൊരു ഹായ് പറയാവോ? ഋതിക ഒഫീഷ്യൽ. ഓ ഹായ്. കൽപ്പി കുഞ്ഞു ഹായ്. അനക്ക ഇഷാനി ഹായ്. ഞാനും കൂട്ടുകാര ആണ് പഠിച്ചത്. അതെ. ഭർത്താവ് അത്ര പോരാ, റൗണ്ടിൽ നിങ്ങൾ വന്നില്ലല്ലോന്നോ? എൻ്റെ പൊന്നെ, വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ. നയന ഹായ്. ആതിര രാജേഷ്. ഫെമിന ഹായ്. ഹായ് ബാലുച്ചേട്ട ഒരു സോങ് പാടുമെന്ന്. ഇതാരാണ് എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞത്? ഞാൻ ഇപ്പം പാടിക്കഴിഞ്ഞാൽ എല്ലാവരും ഓടും. ഞാൻ പ്രസാരത്ത് പേഴ്സണലി ഞാൻ വോയിസിൽ പാടിത്തരാം കേട്ടോ. ഹരിത ചേച്ചി ക്വാളിഫിക്കേഷൻ എന്താ? PG എന്ന് പറയില്ലേ, MCom തന്നെ പറയാം. അന്നൊക്കെ വല്ല ജോബും ഉണ്ടോ ചേച്ചിക്ക്? വെറുതെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ട് നാണം കെടുത്തരുത്. ജോബ് ഓഫർ വേണം കേട്ടോ. എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ മിണ്ടൂലാന്നോ? ഫോളോ ചെയ്യാലോ, മിണ്ടണം. അഞ്ജു ഹായ്. വൈകിട്ട് 6 മണിക്ക് മുമ്പ് വരാമോ? അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. അയ്യോ, ക്ലാസ് ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ലേറ്റായിട്ട് വരാം.
ഞങ്ങൾ അമ്പലത്തിലൊക്കെ 6:30 ദീപാരാധനയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:30 ആകുമ്പോൾ വരാം. സിസിൻ്റെ നമ്പർ തരുമോയെന്ന്. ഇവളിപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മൊബൈലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ഒറ്റ മൊബൈൽ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. റേഡിയേഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പം ഇവൾ മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഉണ്ടായിരുന്ന മൊബൈൽ ഓപ്പോ ആണ്. അതിപ്പം അവൾ യൂസേ ചെയ്യാറില്ല. വീട്ടിലേക്ക് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വിളിക്കാറ്. ചേട്ടാ നമ്പർ തരുമോ? ഓ എൻ്റെ നമ്പർ തരാമല്ലോ. എനിക്ക് പേഴ്സണലി ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. എൻ്റെ നമ്പർ തരാം, നോ ഇഷ്യൂ. ചേച്ചി നല്ല നാടൻ ലുക്ക്. ചേട്ടൻ ടു. താങ്ക് യു പെപ്പർ പോട്ട്സ്. ഇന്നെന്താ അമ്പലത്തിൽ വിശേഷം? ഇന്ന് അവിടെ പ്രതിഷ്ഠാ ദിനമാണ്. ചേട്ടനും ചേച്ചിയുടെയും പിക്സ് അയക്കൂ. ഷുവർ അയക്കാമല്ലോ. എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ അയച്ചുതരാം. ഒരു മൈൻഡ് ഇല്ലല്ലോ എന്നും ഇടി കിട്ടും. മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റി സ്റ്റാർ. ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാറില്ലേ എന്ന്? ഓ, അവൾക്ക് എന്നെ വിട്ട് പോകാൻ തോന്നാറില്ല, അതാണ്. തനൂസ് ഹായ്. ഷറഫുദ്ദീൻ സർ അറിയോ കൊട്ടുകര സ്കൂളിലെ? ഷറഫുദ്ദീൻ സർ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ആർക്കേടുണ്ട്. അസീസ് സാറൊക്കെ അറിയോ സനക്ക്? ഈ ഷറഫുദ്ദീൻ സാറിന്റെ മോളാ തോന്നുന്നു സന. കണ്ടറിയണ്ടാവും കേട്ടോ, പഠിപ്പിച്ചിട്ടില്ല. ഇമ്മയ ഹായ്. പല്ലിയിൽ കമ്പി എന്നാ ഇനി എടുക്കുന്നതിന്? പല്ലിയിൽ കമ്പി ഇപ്പം നല്ല രസമല്ലേ കാണാനൊക്കെ. ഈ കണ്ടോ പല്ലിൽ കമ്പി ഇടുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏട്ടൻ്റെ പല്ലിനെ കുറിച്ച് ചേച്ചി അങ്ങനെ പറയല്ലേ കേട്ടോ. ചേച്ചി നോക്കിയേ, ചേട്ടൻ്റെ ആ പല്ല് കിട്ടിയത് വെച്ചുള്ള സ്മൈലാണ് പൊളി. ചേച്ചിയുടെ ഭാഗ്യമാണ്. അയ്യോ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ തന്നെ തോന്നിക്കൊണ്ടിരിക്കണു. സക്കീന ഹാരിസ് ഹായ്. സക്കീന. ഋത്തിക ഒന്ന് ഫോളോ ചെയ്യാലോ. മിയ ഹായ്. മാളൂട്ടി ഹായ്. ചേച്ചി കല്യാണത്തിന് മുന്നേ സൈലന്റ് ആയിരുന്നു, ഇപ്പൊ ഫുൾ ആക്റ്റീവായി. ചേട്ടൻ പവറാക്കി എടുത്തതാണ്. ആ, ഇവളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം. കല്യാണത്തിന് മുന്നേ അവള് വളരെ സൈലന്റ് ആണ്. നമ്മളൊരു 10 ചോദ്യം ചോദിച്ചാൽ 1 or 2 ഉത്തരം പറയുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയത്. ഫോളോ ചെയ്യോ ചേട്ടാ? ചെയ്യാലോ വിസ്മയ. നിങ്ങളുടെ ലവ് മാരേജ് ആണെന്ന്? ഒരിക്കലും ഇല്ല. ഷോ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുട്ടി ഇങ്ങനെ പറയില്ലായിരുന്നു. ഞങ്ങളത് പക്ക അറേഞ്ച്ഡ് മാരേജാ. ലക്ഷ്മി പ്രിയ ഹായ്. ഹാഫീസ് ഹായ്. ലൈവിൽ തീർച്ചയായും വരും. ഓ ഷുവർ. അമ്മ ലവ്ലി കപ്പിൾസ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് പോട്ടെ, ഞാൻ ഹരിത ചേച്ചിൻ്റെ വലിയ ഫാനാണ്. ലവ് യു ഹരിത ചേച്ചി. താങ്ക് യു. സൂപ്പർ കപ്പിൾ. യു ഗൈസ് ആർ സൂപ്പർ. സാരംഗി ഹായ്. സാരംഗി. അമ്മയെ കാണിക്കൂ. അമ്മ എത്തിയിട്ടില്ല. കുഞ്ഞി ഹായ്. ബാലുച്ചേട്ടൻ ചേച്ചി നന്നായി ഫുഡ് കഴിപ്പിക്കണം കേട്ടോ, ബോഡി വീക്ക് ആവരുത്. ഇല്ലില്ല, അവൾ കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി സുന്ദരിയാണ്. റിൻഷ ഷമി. ഇത്രയൊക്കെ പഠിച്ചിട്ടാണോ രണ്ടാളും ഒരു പണിയില്ലാണ്ടിരിക്കണേ? ലവ്ലി കപ്പിൾസ്. അതായത് ഇനി അതല്ല, അങ്ങനെയല്ല, ഇവളുടെ എംകോം കഴിഞ്ഞ ഉടനെ ഷോ വന്നത്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നക്കിക്ക് എത്രത്തോളം മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളുടെ ക്വാളിഫിക്കേഷനും ജോബും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല ചില സമയത്ത്. അതായത് നമുക്കിപ്പോൾ ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ ലക്ക് എന്നുള്ളൊരു ഫാക്ടർ, ലക്ക് മാത്രമല്ല കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ക്വാളിഫൈഡ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ ലോ സാലറിയിലാവും വർക്ക് ചെയ്യുക. ചിലവർ ഒട്ടും ക്വാളിഫൈഡ് ആവില്ല, പക്ഷെ അവർ നല്ല പൊസിഷനിൽ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് നല്ലൊരു ജോലി കിട്ടണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. മെസ്സേജ് അയച്ചാൽ കാണണ്ടേ നിങ്ങൾ? ഓ നോക്കാം. മിമിക്രി ചെയ്യുമോന്നോ? അയ്യോ ബാസിലേ. ചേച്ചി ചേട്ടാ താങ്ക് യു. അമ്മക്കുട്ടി വിളിച്ചിട്ടുണ്ട്. രാഹുൽ ചേട്ടാ ഒരു ഹായ് തരുമോ? സൂര്യ ഹായ്. ചേച്ചിക്കുട്ടി ഹെയർ എന്തിനാ കട്ട് ചെയ്തതെന്നോ? ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രാഹുലെ. 2-3 ഇൻ്റർവ്യൂവിലൊക്കെ പോയ സമയത്ത് അവർ പറഞ്ഞു ഹെയർ കട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഹെയർ. അപ്പം ഒരു ഫോർമലിന് വേണ്ടിയിട്ട് ഹെയർ കട്ട് ചെയ്ത, പക്ഷെ അതൊന്നും റെഡി ആയില്ല, പക്ഷെ ഹെയർ പോവുകയും ചെയ്തു. അച്ചു ഹായ്. സിസ്റ്റർ ബ്യൂട്ടി സീക്രട്ട് എന്താ ഫിൽറ്റർ? ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഒരു ഹായ് പറയൂ.
എന്താ പറയുക, ജിസാജോ ഹായ്. രണ്ടുപേരും പൊളി. മിക്കി കൊള്ളാലോ, പേരൊക്കെ നല്ല. ഞാൻ പോകുന്ന ക്ലാസ് ഉണ്ട്, പിന്നെ കാണാം, ബൈ ചേട്ടാ. ഓ ക്ലാസ് മുഖ്യം ബിഗിലെ. അൻസീന ജംഷീർ ഹായ്. അമ്മക്കുട്ടിയുടെ അമ്മക്കുട്ടി അമ്പലത്തിലാണ്. വിഷ്ണുപ്രിയ അമ്മ എന്തി അമ്പലത്തിലുണ്ട്. ഷറഫുദ്ദീൻ സാറിൻ്റെ മോളാണ് എനിക്ക് തോന്നി. എന്താ അനീഫാൻ്റെ ഒരു അളിയൻ സാറാണ്. ഇവളുടെ ഈ പ്രൊഫൈലിൽ ഞാൻ കാണിച്ചുതരാം. സാറ് ഫോട്ടോ ഇവിടെ അയച്ചു തരും. എന്നെ ഫോളോ ചെയ്യണേ. ഷുവർ ചേട്ടാ, എന്നെ ഇപ്പോൾ ഫോളോ ആക്കുമോ ചേട്ടാ? ഒരു സത്യജിത്ത് ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ ഫോളോ ചെയ്താൽ മതിയോ? ഇതിൽ നമ്മളിപ്പം ടിക്ടോക്കിലൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഫോളോ ചെയ്യാം. പക്ഷെ ഇതിൽ അങ്ങനെ ഫോളോ ആക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മിപ്രിയ നിങ്ങളിപ്പോൾ സൈറ്റിലാണോ? അല്ലല്ല, വീട്ടില. ചേച്ചി ഏട്ടൻ്റെ പല്ലിനെ കുറിഞ്ഞ് പറഞ്ഞത് വിഷമായി. ചോദിക്കുവാണി അങ്ങനെ എന്നെ അവള് അങ്ങനെയൊക്കെ പറയാവോ? അത് ഇത്രയും നല്ല ഭംഗിയുള്ള എന്നെ കുറിച്ച് അവൾ അങ്ങനെ പറയാവോ? ഫസ്റ്റ് നിങ്ങൾ ഷോയിൽ കണ്ടപ്പോൾ രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമല്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇപ്പം എല്ലാം മനസ്സിലായി. രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. താങ്ക് യു. അത് എല്ലാ അറേഞ്ചർ മാരേജിലും ആദ്യത്തെ 1-2 മാസം ഭയങ്കര ഡിഫിക്കൽട്ടാട്ടോ. കാരണം 2 പേർക്കും ഒന്നും അറിയില്ല. 2 പേരും 2 ഫാമിലിയിൽ നിന്ന് 2 സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ചിലവരത് ഓപ്പണായിട്ട് പറയും, ചിലവരത് മൈൻഡിൽ അങ്ങനെ വെക്കും. പിന്നെ 2 പേർക്കും ഇഷ്ടമായി തുടങ്ങുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ. അമ്മ അമ്പലത്തിൽ പോയതാണ്. ആഫീസ് മേഘ ഹായ്. മഞ്ജിമ ഹായ്. അൻസീന ഹായ്. അബി ബാലുച്ചേട്ടൻ കല്യാണത്തിന് പൊളിയായിരുന്നല്ലോ, പിന്നെ എന്തിനാ അരുതേച്ചി അങ്ങനെ പറഞ്ഞത്? അവൾക്ക് ഋത്തിക് റോഷൻ വരുന്നായിരുന്നു മനസ്സിൽ. അങ്ങനെ ഭംഗിയില്ല എന്നല്ല പറഞ്ഞത്. നീ എന്നെ കുറ്റം പറഞ്ഞു. നീ കിടന്ന് വീണടുത്ത് കിടന്ന് ഉരുണ്ട് ചളിയാവുന്ന ആണ്. കണ്ടില്ല, നിങ്ങളെല്ലാരും കേട്ടതല്ലേ ഇവിടെ എന്നെ കുറിച്ച്. എന്റെ പല്ല് കൊള്ളൂലാണ് അവള് പറഞ്ഞു. എന്റെ പല്ലിന് എന്താ കുഴപ്പം കൂടെ നോക്ക്. ഈ പല്ലിന് എന്താടി കുഴപ്പം? അതെ, അമ്മ ഇല്ലാത്തൊരു സുഖമില്ലാന്ന്. അമ്മ അമ്പലത്തിലാണ്. അമ്മ അമ്പലത്തിൽ നിന്ന് എന്തായാലും വരില്ല. റോണോ കിഡ് ഹായ്. ഞാൻ വൈകുന്നേരം വരും, അമ്മേനെയും കൊണ്ട് വരും. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാൻസർ ഗേളാണല്ലോ ചേച്ചി. അതെ, ആകെ 2 പേര് മത്സരിക്കാനുണ്ടാവും. ഫസ്റ്റ് ആ കുട്ടിക്കും സെക്കൻഡ് വെക്കും. പിന്നെ ഡാൻസർ കണ്ടില്ലല്ലോ. അതെ 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 അതെ. സ്വാതിക്ക് എത്ര കൊടുത്തു പറയിപ്പിക്കാൻ? സ്വാതി പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഈ പൊക്കുന്നതിന്? ക്രിയേഷൻ ഹായ്. ചേട്ടാ ചേച്ചി കട്ട ഫാനാണ്. താങ്ക് യു. സുനീഷ് ഹായ്. എന്തിനാ ഹെയർ കട്ട് ചെയ്ത്? ഹെയർ ഇനിയും വരുമല്ലോ. ഇനി കട്ട് ചെയ്യില്ല. ഇനി ജോബ് കിട്ടിയാലും കട്ട് ചെയ്യില്ല. പോരെ. അമ്മയോടെ പോയി അമ്പലത്തിൽ പോയതാണ്. നമ്പർ തരുമോ? ഞാൻ PSC എക്സാമിന് മലപ്പുറത്ത് വരുന്നുണ്ട്, അപ്പോൾ കാണാമെന്ന്. ഓ, എനിക്ക് മെസ്സേജ് ഒന്ന് അയക്കി, ഞാൻ നമ്പർ അയച്ചു തരാം കേട്ടോ. എൻ്റെ നമ്പറൊക്കെ കോമൺ, എല്ലാവർക്കും വേണമെങ്കിലും ഞാൻ തരും. നോ ഇഷ്യൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മളോട് വിളിക്കണം കാണണം എന്നൊക്കെ പറയുന്നത്. അപ്പം ആര് വേണേലും വിളിക്കാം, എപ്പോൾ വേണേലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഓൾവേസ് വെൽക്കം. അമ്മക്കുഞ്ഞ് എവിടെ? അമ്പലത്തിലാണ്. ഏട്ടൻ ഇപ്പോഴും ചിരിക്കുന്നത് ലുക്ക്. ഏട്ടൻ സാഡായ ലുക്ക് പോകും. എൻ്റെ ക്യൂട്ട് കപ്പിൾസാണ്. ഷുവർ ലിവിയ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്ക് പല്ല് ക്ലിപ്പിട്ട സമയത്തൊക്കെ എന്റെ സാഡ് ഫേസ് ആണ് അത്. നമ്മളിപ്പം ഏത് മനുഷ്യനും ഒരു നമ്മളെ നവരസങ്ങളുണ്ടല്ലോ, അതിൽ സ്ഥായി ഭാവം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്റേത് സാഡാ തോന്നുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാലും എന്തോ ഒരു വിഷമുള്ള പോലെയാണ്. പക്ഷെ പിന്നെ അത് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഈ പെട്രോൾ ഒഴിക്കുന്ന പോലെ, ഈ എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കുക പറഞ്ഞ പോലെ പല്ലിൽ ക്ലിപ്പിട്ടത്. അപ്പോൾ ഈ ക്ലിപ്പും കൂടെ ഇട്ടതിൻ്റെ ശേഷം എനിക്ക് ചിരിക്കാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞത്, ക്ലിപ്പ് ഇട്ടിട്ടുള്ള ചിരി നല്ലതാണ്, ഒരു അങ്ങനെ ഒരു ബോറും ചിന്തിക്കേണ്ട, ചിരിച്ചോണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ടാണ് ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഒക്കെ വന്നിങ്ങനെ ഇപ്പോഴാണ് ചിരിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പല്ല് കാണിച്ച് ചിരിക്കുകയില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ചിരിക്കുള്ളൂ. പല്ല് കാണിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ശീലമായി. ഇപ്പം ആര് ചോദിച്ചാലും ഈയാന്ന് ചിരിക്കും. ഏട്ടൻ ഇപ്പോഴും ചിരിക്കുന്നതാണ് അത് പറഞ്ഞു. ഞങ്ങൾ മലപ്പുറത്താണോ? അതെ. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുമോ? അതിനെന്താ റിപ്ലൈ തരാണ്ടേ? മെസ്സേജ് അയച്ചോളൂ. ക്വാളിഫിക്കേഷൻ ആൻഡ് ജോബ് കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമല്ലേ, ക്വാളിഫിക്കേഷനും ജോബും തമ്മിൽ ഒരു ബന്ധവുമില്ല.
അത് ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയതാട്ടോ സംഭവം. അതാണ് നമ്മൾ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അറിയാലോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ഏറ്റവും ലോ ആയിട്ടുള്ള ഇതിലായിരിക്കും. അത്ര ക്വാളിഫിക്കേഷനൊന്നും വേണ്ട, നല്ലൊരു ലക്ക് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്, വിൽ പവർ, അല്ലെങ്കിൽ ബാക്കി കുറേ റെക്കമെൻഡേഷൻസ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഒരു നല്ല ജോബിന് നോക്കുമ്പോൾ. എന്നെ ഓർമ്മയുണ്ടോ നോക്കാട്ടോ, അൻസീന ജംഷീർ, ഇവളെയാണോ അറിയാം? ചേട്ടാ കമ്പി ഇട്ടപ്പം എത്ര പല്ലെടുത്തു? എനിക്ക് പല്ലൊന്നും എടുത്തിട്ടില്ലേ. എനിക്ക് അങ്ങനെ വലിയൊരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഓപ്പൺ ബൈ ടിഷ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ഈ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് പല്ലൊന്നും എടുക്കേണ്ടി വന്നില്ല. ഫോളോ ചെയ്യണേ. ഷുവർ 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 ഷുവർ. ചേട്ടാ ചേച്ചി ഒരു ഹായ് പറയൂ. ലക്ഷ്മി പ്രിയ ഹായ്. ചേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അത് മുടി വെട്ടിയിട്ട് കാണുന്ന ഫസ്റ്റ് എപ്പിസോഡല്ലേ. ഇനിയുള്ള എപ്പിസോഡിൽ കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട്. എന്നെ ഭയങ്കര എന്താ പറയുക ഒരു നല്ലൊരു എപ്പിസോഡ് വരുന്നുണ്ട് കേട്ടോ, മിസ് ചെയ്യരുത്. ചേച്ചിക്ക് ഇൻസ്റ്റ ഉണ്ടോ? ചേച്ചിയുടെ എൻ്റെ ഇൻസ്റ്റയാണത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കോമൺ ആണ്. നാം ഒന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറയില്ലേ, അതാണ്. ചേട്ടൻ ചേച്ചി കട്ട ഫാൻ. താങ്ക് യു വൈക. ശിവ ശ്രീകുട്ടി ഹായ്. KC റിയാക്ഷൻ ഹായ്. ചേട്ടൻ ചേച്ചി സ്മൈൽ പൊളിയാണ്. താങ്ക് യു പാർവതി. സേതുലക്ഷ്മി ഹായ്. ചേട്ടാ എന്നെ ഫോളോ ആക്കാലോ? ഫോളോ ചെയ്യൂ പ്ലീസ്. ഷുവർ ചെയ്യാം. ജയകൃഷ്ണ ചെയ്യാട്ടോ. ഡിറ്റി എലിസബത്ത് ഹായ്. ഗോപു ഹായ്. ശ്രേയ ഹായ്. കിച്ചൂസ് ഹായ്. കോയി ഞാൻ എത്തിയിട്ടോ. പഠിക്കാൻ പോയില്ലേ? ഡ്രീംലെസ് ഹായ്. മൃദുല ചേട്ടാ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ തരണേ. രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. എന്നെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുവർ ചെയ്യാലോ. ബാലുചേട്ടൻ എന്ത് സുന്ദരനാണ്. ഈ മെസ്സേജൊക്കെ ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഹായ് ചേട്ടാ ചേച്ചി, പല്ല് കെട്ടിയത് സൂക്ഷിക്കണം. ഷുവർ. ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഈ പല്ല് കെട്ടിയത് അറിയണ പോലും ഇല്ല. ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല്ല് ക്ലിപ്പിട്ടിട്ടേ. എനിക്ക് ഫുഡ് കഴിക്കാൻ, ഈവൻ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ഈ അപ്പർ ലിപ്പും ലോവർ ലിപ്പിൻ്റെയും ഉള്ളിലുള്ള കമ്പി ഇങ്ങനെ തട്ടുമായിരുന്നു. ഇപ്പം അതൊന്നും അറിയുന്ന പോലും ഇല്ല. ഹായ് ബാലുചേട്ടാ. കവിത വിളിച്ചിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്യാം. മെയ്ഡ് ഫോർ ഈച്ചത്. താങ്ക് യു. അതിനൊരു കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്. ചേച്ചി സൂപ്പർ ലുക്ക്. അമ്മ ഫാൻ. ഹരിത പാവാണ്. കൊണ്ടോട്ടി വരാറുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ടല്ലോ. ബാലുചേട്ട ചേച്ചി ബ്രദറിൻ്റെ ഫേവറേറ്റ് കളർ എന്താ ചേച്ചി? റെഡ്. അതെ ചേട്ടാ, ഞാൻ ക്ലാസ് ആണ്. ഒരു ഹായ് പറയാമോ? അബി സാബു ഹായ്. ചേച്ചിക്ക് മൂക്കുത്തി നല്ല രസമുണ്ടായിരുന്നു. ഒക്കെ എൻ്റെ സെലക്ഷനാണ്. ചേട്ടൻ്റെ പല്ലിനൊരു കുഴപ്പമില്ല. പൊന്നൂസ. ഇനി വരുമ്പം ചേച്ചീനെ അമ്മയും കൊണ്ടുവരണം. ഷുവർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിപ്പം നിങ്ങൾ പൊളിയല്ലേ? അതന്നെ. ബാലുചേട്ടാ മലപ്പുറത്ത് എവിടെയാണ്? മേൽമുറിയിലാണ്. എനിക്ക് ചേച്ചീൻ്റെ ഐ തരുമോ ബാലുചേട്ടാ? നിന്റെ കണ്ണു കൊടുക്കാൻ. എനിക്കറിയാം ക്ലിപ്പ് ഇട്ടതിൻ്റെ അനുഭവം. ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു. എനിക്കും പല്ല് കാണിച്ച് ചിരിക്കാൻ മടിയായിരുന്നു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇപ്പം പല്ല് കാണിച്ച് ചിരിച്ചു തുടങ്ങി. ശരിയാ, വൺസ് പല്ല് കാണിച്ച് ചിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുഴപ്പമുണ്ടാവില്ല. കുറേ മെസ്സേജ് ഇട്ടു, കാണുന്നില്ല എന്ന്. കൃഷ്ണജ, സോറി കൃഷ്ണജ, അത് ചിലതൊന്നും കാണുന്നില്ല. ഇതിൽ വരുന്നതൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. മൈ ഫേവറേറ്റ് കപ്പിൾസ്. താങ്ക് യു. അമ്മ അമ്പലത്തിലാണ്. അലീന. ചേട്ടനും ചേച്ചിയും ഇപ്പോൾ ഹാപ്പിയാണ്. നമ്പർ വേണം? ഷുവർ. ജയകൃഷ്ണ മെസ്സേജ് അയച്ചവർ തരാം കേട്ടോ. മിക്കി ഒത്തിരി ഇഷ്ടമാണ്. ശ്രീലക്ഷ്മി ഫേവറേറ്റ് കപ്പിൾസ്. മലപ്പുറത്ത് മേൽമുറിയിലാണ്. ബാലുചേട്ടാ ചേച്ചി താങ്ക് യു. സമയം മാറ്റാൻ പറയണേ? പറയാലോ. വേറെന്താണ്? ചേച്ചി സുന്ദരിയാട്ടോ. താങ്ക് യു. കിടു ഫോളോ ചെയ്യാലോ. കാന്താരി. അക്ഷയ് ജ്യോതി ഹായ് സർ. ഹായ് അക്ഷയ്. എനിക്കിപ്പം ക്ലാസ് ഇല്ല. ക്ലാസ് 6 മണിക്ക് ആണോ? പ്രീതി ദ ഡ്രീമർ ഹായ്. താങ്ക് യു പ്രീതി. ചേട്ടാ ഞാൻ ക്ലാസ് ഒരു ഹായ് പറഞ്ഞല്ലോ. ഹായ്. നിങ്ങളുടെ ലവ് സ്റ്റോറി പൊളിയാട്ടോ. താങ്ക് യു. ഹരിത ചേച്ചിയുടെ വീട്ടിൽ ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? ഇനിയിപ്പോൾ എന്ത്, കല്യാണം കഴിഞ്ഞ് 2 വർഷമായില്ലേ. ചേച്ചി എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ എനിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതെ, സോറി പറഞ്ഞു അവള്. പിന്നെ മൈ ഫേവറേറ്റ് കപ്പിൾസ്. എനിക്കൊരു ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ PSC എക്സാമാണ്.
ലൈവിൽ നിന്ന് പോകുന്നത്. ഈ ജോബ് ഫസ്റ്റാണ് നോക്കിട്ടോ, ഞങ്ങളിതപ്പം കട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇനി അമ്പലത്തിൽ പോകണ്ടേ. ഷാസിബ എനിക്ക് മനസ്സിലാവണില്ല. ബാലു ആൻഡ് ഹരിത ചോദിച്ചിട്ടുണ്ട്. ഹായ്. ശ്രീലക്ഷ്മി ഹായ്. മലപ്പുറം പൊന്നാനി ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ? എടപ്പാൾ പൊന്നാനിയിൽ എൻ്റെ വല്യമ്മയുടെ വീട് പൊന്നാനിയിലാണ്. സോങ് പാടുവോന്ന് പാടാൻ അറിയൂല. ചേച്ചി ടേക്ക് കെയർ. ഷുവർ ഷുവർ ചേട്ടാ. ചേച്ചി ഒരു ഹായ് പറയൂ. ഒന്ന് ഫോളോ ആക്കാമല്ലോ. മെസ്സേജിന് റിപ്ലൈ തരാലോ. എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെ പോലെ സൂപ്പറാണ്. എൻ്റെ ചിരിയും ചേട്ടൻ്റെ പോലെ സൂപ്പറാണ്. പിന്നെ അല്ല, ബാലചേട്ടൻ ഹരിത ചേച്ചിയുടെ ഹായ് പറയുമോ? സെസാസ്കി ഹായ്. സിംഗിങ് ദ മൂൺ ചേട്ടായി ചേച്ചി ഒരു ഹായ് തരുമെന്ന്. ഫോൺ നമ്പർ തരാവോ പ്ലീസ്? തരാലോ. ശ്രീലക്ഷ്മി ബൈ 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 ടേക്ക് കെയർ. അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. ഷുവർ ഷുവർ ഷുവർ. ഈ PSC എക്സാമോടുകൂടി ജയകൃഷ്ണന് ജോബ് കിട്ടട്ടെ. ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ്. അമ്മയോട് അന്വേഷണം പറയണേ. പറയാം. രണ്ടുപേരും ഇഷ്ടമാണ്. ചേച്ചിക്കുട്ടി ഒത്തിരി രസമൊക്കെയാണ്. ബാലുചേട്ടൻ അടിപൊളിയാണ്. ബാലുചേട്ടനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ബാലുചേട്ടൻ മാസാണ്. അയ്യോ ഇല്ല, ഞാൻ എനിക്ക് തോന്നിയതാവും അങ്ങനെയൊക്കെ ആരോ എഴുതിയിട്ടുണ്ടെന്ന്. ഐ ആം ബിഗ് ഫാൻ ഓഫ് യു. ഫോളോ ചെയ്യോ ചേട്ടാ? ഷുവർ ചെയ്യാം. ലവ് യു ബോത്ത്. ഷുവർ. ഇപ്പം ഒത്തിരി സമയമായി തോന്നുന്നു. നമ്മളിനി അമ്പലത്തിൽ പോട്ടെ കേട്ടോ, അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ നല്ല ചീത്തയേക്കും. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നല്ല നൈസായിട്ട് പോന്നതാണ് ചേട്ടാ. ഫസ്റ്റ് എപ്പിസോഡിൽ അമ്മ കരഞ്ഞപ്പം ഞാനും കരഞ്ഞു പോയി ചേട്ടാ. അതൊക്കെ ഇപ്പം ഹാപ്പിയാണ് അമ്മ കേട്ടോ. ചേട്ടാ ചേച്ചി എന്താ ഇപ്പോൾ ജോബ്? നമുക്ക് ജോബൊന്നും ആയിട്ടില്ല. നല്ല ഐശ്വര്യം ഉണ്ടല്ലോ ഒന്ന്. അമ്പലത്തിൽ പോയതിൻ്റെയാണ്. നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ഓ നിഷ ശിവദാസൻ. ഷുവർ. ബോത്ത് പൊളിയാട്ടോ. താങ്ക് യു. കൺഗ്രാറ്റ്സ് ജയകൃഷ്ണ. ബൈ ചേട്ടാ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. നമ്മൾ ഇനി അമ്പലത്തിൽ പോയിട്ട് എന്താ പറയുക, വൈകുന്നേരം വരാം കേട്ടോ. രാത്രി അമ്മേനെയും കൊണ്ടിട്ട് ലൈവിൽ വരാം. എല്ലാവരും കാണിച്ചു. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മക്കളുണ്ട് കേട്ടോ. വാലന്റൈൻസ് ഡേ ഏട്ടനും ചേച്ചിയും പൊളിക്കണം. പിന്നെ അല്ല. അപ്പം എല്ലാവർക്കും ഒരു താങ്ക് യു. ലൈവിൽ വന്ന് ഞങ്ങളുടെ കൂടെ എത്രയും ഞങ്ങളുടെ കത്തിയൊക്കെ കേട്ടിരുന്ന എല്ലാവർക്കും സഹിച്ചതിന്. ചേട്ടൻ്റെ ഷർട്ട് ആരുടെ സെലക്ഷനാണ്? ഇവളെടുത്തതാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയോട് അന്വേഷണം പറയണേ. ഞങ്ങൾ രാത്രി ലൈവിൽ വരാം കേട്ടോ. ഒരു 9:30 ആകുമ്പോൾ ലൈവിൽ വരാം. ഞാൻ മെസ്സേജ് ഇടാം കേട്ടോ. എപ്പോഴാണ്? 9:30 ആകുമ്പോൾ തന്നെ വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഇനി നമുക്ക് ഈവനിങ് കാണാം.